സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ബഖറ 222 ആയത്താണ് ഞാൻ ഓതിക്കുന്നത്. ഈ വിഷയം നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയം, അയലും അതിൻ്റെ കാര്യങ്ങളും. അത് അന്ന് ഇടിച്ചിട്ടേ ഉള്ളെങ്കിലും ഒന്ന് ലേശം കൂടി പൊടിച്ചു തരാമെന്ന് മാത്രമേ. ചില കാര്യങ്ങൾ ആളുകൾക്ക് പൊടിക്കാതെ തന്നെ ഒരു വസ്തു ഭക്ഷണം കൊടുത്താതെ കഴിക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് അത് ഒന്ന് ഇടിച്ചു കൊടുത്താൽ കഴിക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് ചില വസ്തുക്കൾ എന്നാലും കയറാത്തവരുണ്ടാകും. അങ്ങനത്തെ ആളുകൾക്കൊന്ന് പൊടിച്ച് പൊടിയാക്കി കൊടുക്കാം. ഖുർആൻ അതിന്റെ ദാർശനികമായ തലത്തിൽ വായിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇത് മനുഷ്യന്റെ ശാരീരികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല ഇതിന്റെ. അവന്റെ ആത്മീയമായി, അവന്റെ മാനസികമായി, അവനെ ആശയപരമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ തലത്തിൽ തന്നെ ഖുർആനെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ ഇതിന്റെ ആശയം പൂർണ്ണമായിട്ടും നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ പറഞ്ഞു, നടക്കുക എന്ന് ഖുർആനിലൊരായത്തുണ്ട്. നിങ്ങൾ അഹങ്കാരത്തോടു കൂടി നടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർണിംഗ് വാക്കിന് നടക്കണ പോലെ നടക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ കയ്യും വീശി നടക്കരുത് എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ തല ഉയർത്തി നടക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അതിന്റെ അർത്ഥം നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ പെരുമാറ്റം, സ്വഭാവം അങ്ങനെയാകരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പൊ ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് മഷായംശി എന്ന് പറഞ്ഞാൽ നടക്കാനേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരാൾ വാദിക്കുകയാണ്, അതിന്റെ അർത്ഥം നടക്കുക തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവനവിടെ വാദിച്ചോട്ടെ, നമ്മൾ തർക്കിക്കാനൊന്നും പോണ്ട. പക്ഷെ ഖുർആൻ ആ തലത്തിലല്ല ആ കാര്യം പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അത് എടുക്കുക. ഇപ്പൊ ഖുർആനിലൊരായത്തുണ്ട്, വജഅൽനാ ലഹു നൂറൻ, ഒരു മനുഷ്യന് ഞാൻ ജീവൻ കൊടുക്കുകയും, നിർജീവനായ ഒരു മനുഷ്യന് ഞാൻ ജീവൻ കൊടുക്കുകയും, എന്നിട്ട് വജഅൽനാ ലഹു നൂറൻ, ഒരു വെളിച്ചം അവന്റെ കയ്യിൽ കൊടുക്കുകയും, യംശി ബിഹി, ആ വെളിച്ചവുമായി അവൻ നടക്കുകയും ചെയ്യുന്നു ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചൂട്ട് കത്തിച്ച് നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഈ നൂറ് എന്നുള്ളത് ഖുർആനെ തന്നെ എടുത്താലും ഒരു ഖുർആൻ കയ്യിൽ പിടിച്ച് നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഈ ഖുർആനാകുന്ന വെളിച്ചം അനുസരിച്ച് അവൻ ജനസമൂഹങ്ങൾക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതവന്റെ നടത്തിയിരിപ്പാണ്, അത് അവന്റെ പെരുമാറ്റാണ്, അവന്റെ സ്വഭാവമാണ്, അവന്റെ സമൂഹത്തോടുള്ള അവന്റെ ഇടപെടലുകളാണത് നടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞപ്പോ, ആശാപരമായിട്ട് ഇപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കാലുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഖുർആൻ അത് ആശയ തലത്തിൽ തന്നെ ആ ഖുർആനെ മനസ്സിലാക്കുമ്പോഴേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഖുർആനിന്റെ മാത്രം പ്രത്യേകതയല്ല, ഏത് ഭാഷയിലും ഉണ്ടത്. ഇപ്പൊ മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്, അവന്റെ നടപ്പിരിപ്പ് ഗുണമല്ല. അവന്റെ നടപ്പിരിപ്പ് ഗുണമല്ല എന്ന് പറഞ്ഞാൽ അവന്റെ നടക്കലും ഇരിക്കലും ഗുണമല്ല എന്നല്ല അതിന്റെ അർത്ഥം. അവന്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെ കുറിച്ച് സാധാരണ മലയാളത്തിലുള്ള പ്രയോഗമാണത്. അപ്പൊ ഏത് ഭാഷയിലുണ്ട് ഇത്തരം പ്രയോഗങ്ങൾ. ഈ രൂപത്തിൽ ഖുർആനിനെ അതിന്റെ ഉന്നതമായ തലത്തിൽ തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ വന്നതിന്റെ പേരിലാണ് ഖുർആൻ വികലമാക്കപ്പെടുകയും ഖുർആൻ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാതെ പോവുകയും ചെയ്തത്. ഖുർആൻ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ജനസമൂഹങ്ങൾ ഇപ്പൊ 57ഓളം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊന്നും സമാധാനമല്ല, ക്ഷേമല്ല, സാഹോദര്യമല്ല, ഐശ്വര്യപൂർണമായ ഒരു ജീവിതമല്ല, പുരോഗതികളൊന്നുമില്ല. അതെന്തുകൊണ്ടെന്നാണ് ഖുർആൻ ഉന്നതമായ ഒരു ഗ്രന്ഥം കയ്യിലുണ്ട് താനും. എന്നിട്ടും ഈ സമൂഹം ഇത്രമാത്രം അധപ്പതിക്കാനും നശിച്ചു പോകാനുള്ള കാരണം ഖുർആനിനെ അതിന്റെ ശരിയായ രൂപത്തിൽ വായിക്കുകയോ മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ സമൂഹം തയ്യാറായില്ല എന്നതാണ്. ഇത് ആമുഖമായിട്ട് ഞാൻ നിങ്ങളുടെ സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇവരിപ്പോ പറയുന്നത് ഖുർആനിൽ മുഴുവൻ ആലങ്കാരിക പ്രയോഗങ്ങളാണ്, അത് നമുക്ക് മനസ്സിലാവില്ല എന്നപ്പോ അവർ പറയുന്നത്. ചക്കക്ക് മാങ്ങാന്നാ പറയുന്നത് എന്നൊക്കെ രൂപത്തിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്നതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്.
പദാനുപദം ഖുർആനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ നേരെ ഭാഷാർത്ഥം ഖുർആനെ മനസ്സിലാക്കാൻ കഴിയില്ല. അത് ഖുർആനെന്നല്ല, ലോകത്ത് ഒരു ഭാഷാ ഗ്രന്ഥത്തെയും ഒരു ദാർശനിക ഗ്രന്ഥത്തെയും ഒരു സാഹിത്യ ഗ്രന്ഥത്തെയും അങ്ങനെ വായിക്കാൻ കഴിയില്ല. ഇപ്പൊ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ് എന്നൊരു വാക്കുണ്ട്. ആരും ഒരു ട്രാക്ടർ എടുത്തിറങ്ങണില്ല, ഒരു കലപ്പ എടുത്തിറങ്ങണില്ല. അത് അതിന്റെ സാഹിത്യ രൂപത്തിൽ തന്നെ വായിക്കണം. എന്താണ് ആ കൃഷിസ്ഥലം എന്നുള്ളത്? അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കൊരു മീസാൻ ഇറക്കി തന്നിട്ടുണ്ട് എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം മുഹമ്മദിനെ കുറിച്ച് ഖുർആന്റെ പുറമെ ഒരു തുലാസും കൊടുത്തിരുന്നു എന്നല്ല. അങ്ങനെ 100,000 വാക്കുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചേ ഉള്ളൂ. നിരവധി പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുണ്ട്. അതൊന്നും അതേ സെൻസിൽ തന്നെ, അതേ അർത്ഥത്തിൽ തന്നെ എടുക്കാൻ കഴിയില്ല. മാനവ സമൂഹത്തിന് സന്തുലിതത്വത്തിലും ഒരു ബാലൻസിലും നിലനിർത്താൻ ആവശ്യമായ നിയമസംഹിതകൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് കിതാബ വൽ മീസാന എന്ന് ഖുർആനെ മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞോടത്ത് അങ്ങനെ പറയാനുള്ള കാരണം ഈ അബൂമന്നാസബിൽ കിട്ടിയെന്ന് ഖുർആൻ തന്നെ വിശദീകരിച്ചു. മനുഷ്യരെ നീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് ഇറക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഖുർആനിലെ പദങ്ങള്, പ്രയോഗങ്ങള്, അതിലെ കാര്യങ്ങള് ആശയതലത്തിലും അർത്ഥതലത്തിലും ആത്മീയമായ തലത്തിലും തന്നെ ഇതൊരു ആത്മീയ ഗ്രന്ഥമാണെന്നുള്ള നിലക്ക് ആ തലത്തിൽ തന്നെ ഖുർആനിനെ മനസ്സിലാക്കണം, ആ തലത്തിൽ തന്നെ ഖുർആനിനെ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ. ഇതിന് യുക്തിയൊന്നുമില്ല, യുക്തി ഉപയോഗിക്കേണ്ടതില്ല, ബുദ്ധി ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് വേറൊരു പ്രചരണം. ബുദ്ധിയൊന്നും വേണ്ട, യുക്തിയൊന്നും വേണ്ട, അള്ള പറഞ്ഞത് അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി, അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ലാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോൾ അവര് അങ്ങനെ പറയാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായി, ബുദ്ധിയൊന്നും ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കണ്ട, അതെന്താ അള്ള അങ്ങനെയാണ് പറഞ്ഞു തന്നെ അങ്ങനെ വിശ്വസിച്ചാൽ മതി. സ്ത്രീകളെ തല്ലണം എന്ന് പറഞ്ഞാൽ അത് അള്ള പറഞ്ഞതാണ് തല്ലണം എന്ന് തച്ച് നേരാൻ തന്നെ, വേറെ അതിനെക്കുറിച്ച് വേറെ ചോദ്യമൊന്നും വേണ്ട. അപ്പൊ പുരുഷനെ തല്ലണ്ടെന്ന് വെച്ചാൽ അത് ചോദ്യം വേണ്ട, അത് അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി എന്ന രൂപത്തിലാണ് ഖുർആനിനെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഖുർആൻ പറയുന്നത് മനുഷ്യർ ജീവജാലങ്ങളിൽ ഏറ്റവും മോശമായ ജീവി, ചീത്ത ജീവി, തന്റെ ചിന്തയോ ബുദ്ധിയോ കേൾവിയോ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. ഇന്ന ശർറ ദവാത്തി, ജീവജാലങ്ങളിൽ ഏറ്റവും ഷർറായത് ചീത്തയായ ജീവി, അവരുടെ അവരുടെ ചിന്തയോ ബുദ്ധിയോ കേൾവിയോ കാഴ്ചയോ ഒന്നും ഉപയോഗിക്കാത്ത ജീവികളാണ് ഏറ്റവും നികൃഷ്ടരായ ഏറ്റവും ചീത്തയായ ജീവികൾ എന്നാണ്. അപ്പൊ ദാപ്പത്തിന്റെ ബഹുവചനാണ് ദവാബ് എന്നുള്ളത് ഭാഷാപരമായി. അപ്പൊ ദാപ്പത്ത് എന്ന് പറഞ്ഞാൽ ജീവി എന്നല്ലേ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾ വാദിക്കുകയാണെങ്കിൽ വാദിക്കോട്ടെ, എന്നിട്ടൊരു ഹദീസ് ഉണ്ടായിക്കോട്ടെ, ഭൂമിയുടെ അവസാന കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്നൊരു ദാപ്പത്ത് വരും, അതൊരു പോത്താണ്, അത് ജനങ്ങളോട് ഇങ്ങനെ വന്ന് വർത്താനം പറയും, നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾ വിശ്വസിക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, അതിനെ ദൃഢമായി ഉൾക്കൊള്ളുന്നില്ല എന്ന് അത് ജനങ്ങളോട് വന്ന് സംസാരിക്കും എന്ന ആയത്തുണ്ട്. എന്ന് അതിന് പറ്റിയ ഒരു കഥയും ഒരു ഹദീസും വേണമെങ്കിൽ നിർമ്മിച്ചിട്ടുണ്ട്, അതല്ലേ ഞാൻ പറയുന്നത്. പക്ഷെ ഖുർആൻ ജവാബ് ദാപ്പത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തന്നെയാണ് അവൻ ഈ ചിന്തയോ ബുദ്ധിയോ ഒന്നും ഉപയോഗിക്കാത്ത അവസ്ഥയിൽ അവന് ഷർറത്തവാബ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജവാബ് എന്നാണല്ലോ, ദാപ്പത്ത് എന്നാണല്ലോ ഉപയോഗിച്ചത്. അതിപ്പോ എന്താ ഒരു ജീവിന്ന് ഉപയോഗിച്ചത്? ആ തലത്തിൽ അങ്ങനെ ആവുമ്പോ അങ്ങനെ ഖുർആൻ ഉപയോഗിച്ചതാ. അപ്പൊ ഹിമാറെന്ന് എന്തുകൊണ്ട് മനുഷ്യനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ മനുഷ്യൻ തരം താഴുമ്പോ അങ്ങനെ ഉപയോഗിക്കണം. മനുഷ്യനെ കൽബ് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? മനുഷ്യന്റെ സ്വഭാവം ആ തലത്തിലേക്ക് തരം താഴുമ്പോഴാണ് ഖുർആൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതൊന്നും മനുഷ്യരല്ലാത്ത വേറൊരു ജീവി അല്ല എന്നാണ് ഞാൻ പറയണത്. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുക. അവസാന കാലഘട്ടത്തിൽ ഒരു ജീവി ഭൂമിയിൽ നിന്ന് പുറത്തു വരും, അത് പോത്തുപോലെ ഉണ്ടാവും, അത് ഭീകരമായ ഒരു ജന്തുവാണ്, അതിന്റെ കൊമ്പുകളും കാതുകളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് പരാതികളിൽ. അങ്ങനത്തെ ഒരു ജീവി വന്നിട്ട് ജനങ്ങളോട് പറയും, ജനങ്ങളെ നിങ്ങൾ ദൈവവചനങ്ങളൊന്നും സൂക്ഷ്മമായി ആയാത്തിനാല യോഗ്യനൂൻ എന്നാണ് അത് സംസാരിക്കുന്നത്. ദൈവവചനങ്ങളിൽ അവർ യഖീനായിട്ട് ദൃഢമായി അത് വിശ്വസിക്കുകയോ അത് ഉൾക്കൊള്ളുകയോ അത് നടപ്പിൽ വരുത്തുകയോ ചെയ്യുന്നില്ല എന്ന് ഒരു ദാപത്തിൽ അത് ഭൂമിയിൽ വന്ന് പറയുമെന്ന് പറയുമ്പോൾ വേണ്ടവർക്ക് അതൊരു ജീവിയായിട്ട് എടുക്കാം. അപ്പൊ ദാപത്തിന്റെ ബഹുവചനാണ് ദവാബ്. അത് ഖുർആൻ ഉപയോഗിച്ചു. ഇന്ന ശർറ ദവാബി, ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ജീവി ആരാണ്? തുമ്മുണ്ടായിട്ട് കാര്യങ്ങൾ
സൂക്ഷ്മമായി കാണുകയോ മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ വേണ്ടി തന്റെ ബുദ്ധിയോ ചിന്തയോ കേൾവിയോ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണ് ഏറ്റവും മോശമായ ദാമ്പത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അത് പോത്താണെന്നില്ലല്ല, രൂപം കൊണ്ട് പോത്താന്നല്ല, രൂപം കൊണ്ട് പോത്താന്നല്ലതിന്റെ അർത്ഥം. അതൊക്കെ അവന്റെ ആത്മീയമായി ആശയപരമായി അവന്റെ വൈജ്ഞാനികമായി ആ തലത്തിൽ അത്രയും തരംതാണ ജീവിയാണ് അവൻ എന്ന അർത്ഥത്തിലാണ് അതൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ആ തലത്തിൽ തന്നെ ഖുർആനെ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കിയാൽ ശരി, ഇല്ലെങ്കിൽ ശരി, ഞാൻ പറയാം. ഖുർആന് ആ തലത്തിലുള്ള വായന നഷ്ടപ്പെട്ടതാണ് ഖുർആനിന്റെ മഹത്വം നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ ചോദിച്ചു. ഇന്നിപ്പോ ഖുർആൻ വായിച്ചാൽ, ഇന്നിപ്പോ ഖുർആൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്താ, അയാൾക്ക് കുറച്ച് 6-ാം നൂറ്റാണ്ടിലെ കഥകൾ അറിയാം, കുറച്ച് ജൂത ക്രൈസ്തവ സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന കുറച്ച് കെട്ടുകഥകൾ അറിയാം, കുറച്ച് പിന്നെ നിസ്കാരത്തിന്റെ ഹജ്ജിന് കുറച്ച് ശബ്ദം പറന്നുകളും അറിയാം, പുളിയുടെ ശബ്ദം പറന്നുകൾ അറിയാം, ഒതു മുറിയുന്ന ശബ്ദം പറന്നുകൾ അറിയാം, അതിലുള്ള കുറെ തർക്കങ്ങളും വിതർക്കങ്ങളും അറിയാം. അതുപോലെ തന്നെ പെണ്ണ് കെട്ടുന്നത് അറിയാം, കാര്യം തീർക്കലറിയാം, എത്ര പെണ്ണ് കെട്ടണമെന്നില്ല അറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു പണ്ഡിതൻ എന്ന്, മുസ്ലിം പണ്ഡിതനെ കുറിച്ച് ഇന്ന് നമ്മുടെ ധാരണ. ഇതാണ് അവരുടെ അറിവും. ഇത് അറിയുന്നവനാണ് മഹാപണ്ഡിതനും. ഇത്തരം വിവരങ്ങളുള്ള ആളാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹം. അത് രണ്ട് ഇബാറത്ത് അറബിയിൽ വായിച്ച് പറയാൻ കഴിഞ്ഞാൽ അയാൾ ഒന്നുകൂടി മഹാപണ്ഡിതനായി. അത് കുറച്ച് അഭിനയിക്കാനും കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി പാണ്ഡിത്യം കൂടി. ചങ്കിന്ന് അള്ളാഹു അക്ബർ ഇങ്ങോട്ട് വന്ന അത് തഖ്വ അയാൾ താടിയിലൂടെ ഒഴുകുകയായി. കർമ്മരംഗത്തോ പ്രവർത്തന രംഗത്തോ സമൂഹത്തിന്റെ നന്മക്കോ ഈ ജനതയുടെ നന്മക്കോ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാം ലോകത്ത് വലിയ പുരോഗതിയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ കാരണം ഞാൻ പറയുന്നത്. സ്ത്രീക്ക് വമ്പിച്ച സ്വാതന്ത്ര്യമാണ് ഖുർആൻ നൽകുന്നതെന്ന് പറയും. പക്ഷേ സ്ത്രീ സാമൂഹിക രംഗത്തോ കർമ്മരംഗത്തോ ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ല. നബി വരുന്നതിന്റെ മുമ്പ്, ഇസ്ലാം വരുന്നതിന് മുമ്പ് ഖദീജ ആ രാജ്യത്തെ ധനാഢ്യയായിരുന്നു, വലിയ ബിസിനസ് നടത്തുന്ന ആളെ, കച്ചവടം നടത്തുന്ന ആളായിരുന്നു, ആ സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു വനിതയായിരുന്നു. പക്ഷെ നബിക്ക് പുറത്തു കൊടുത്തോടുകൂടി പിന്നെ ആ ഖദീജ രംഗത്തില്ല. ജമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞ് നബി ഓടി വന്ന് പുതപ്പിച്ചതോടുകൂടി, നബിയെ പുതപ്പിച്ചതോടുകൂടി പിന്നെ ഖദീജ ഒരു സാമൂഹിക രംഗത്തോ ഒരു കച്ചവട രംഗത്തോ വേറെ ഏതെങ്കിലും മേഖലയിൽ പിന്നെ ഖദീജയെ കാണാനില്ല. ഖുർആൻ ഒരു രാജ്യം ഭരിച്ച രാജ്ഞിയെ കുറിച്ച് പറയുന്നുണ്ട് ഖുർആനിൽ. പക്ഷേ ഇസ്ലാമിലെ ഒരു സാമൂഹിക രംഗത്തോ ഭരണരംഗത്തോ മുന്നോട്ട് വന്ന ഒരു വനിതയുടെ ചരിത്രം, ആകെ ആയിഷ ജമലില് കൊട്ടാപ്പുറത്ത് കയറി ഒരു യുദ്ധത്തിൽ ചെന്ന് ഇറങ്ങിയ ഒരു കഥയല്ലാതെ സാമൂഹിക രംഗത്ത്, അതുമുതൽ യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സാമൂഹിക രംഗത്ത്, ഒരു കർമ്മരംഗത്ത്, ഒരു നവോത്ഥാന രംഗത്ത് ഒരു സ്ത്രീ മുന്നോട്ട് വന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയും ഇസ്ലാമിലെ സ്ത്രീക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഉള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട ഒരു ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? സ്ത്രീ 2ാം പൗരനായിട്ട് ഒരു സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളും അവൾ ഭരിക്കപ്പെടേണ്ടവളും അവൾക്ക് നീതി നിഷേധിക്കപ്പെടേണ്ടവളുമാണെന്നുള്ള ഒരു ധാരണ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ആ രൂപത്തിൽ അവള് നവോത്ഥാന രംഗത്തോ സാമൂഹിക രംഗത്തോ തൊഴിൽ മേഖലയിലോ ഒന്നും രംഗത്ത് വരാത്തത്. പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏതെങ്കിലും 1-2 രാജ്യത്തിന്റെ 1-2 വനിതാ പ്രധാനമന്ത്രിമാരെ ചൂണ്ടിക്കാണിക്കാന്ന് പറഞ്ഞാൽ അവർ ഈ സാമൂഹിക ഈ പാരമ്പര്യ മതത്തിൽ നിന്ന് വേറിട്ട ഒരു തലത്തിലേക്ക് അവർ കടന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അവര് ഈ പാരമ്പര്യ മതത്തിൽ നിന്ന് അവർ മാറി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ മതത്തിന്റെ പല ചട്ടക്കൂടുകളിൽ നിന്നും അവർ മാറി പ്രവർത്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അങ്ങനെയെങ്കിലും അവർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ ഇസ്ലാമിക ചരിത്രത്തിൽ വേറെ പറയത്തക്ക നബിയുടെ കൂടെ ഉണ്ടായിരുന്ന നബിയുടെ ഭാര്യമാരെന്ന് ഇവർ പറയണം ആളുകളോ അവരുടെ അനുചരന്മാരുടെ ഏതെങ്കിലും ഭാര്യമാരോ സാമൂഹിക രംഗത്തോ കർമ്മരംഗത്തോ ഉയർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഖുർആനെ അതിന്റെ ശരിയായി മനസ്സിലാക്കാത്തതാണ് ഇതിന്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ ചോദിച്ചത്. ലോകത്തിന്റെ കലാപങ്ങൾക്കൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾക്കൊക്കെ കാരണം അതാണ്. എന്തൊക്കെ ലോകത്ത് മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഈ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന ശാന്തിയും സമാധാനവും സ്നേഹവും എന്ന് പറയുന്ന മുസ്ലിമും മോമിനും എന്ന് പറയുന്ന ഈ വാക്കുകളുടെ ശരിയായ അർത്ഥതലത്തിൽ മുസ്ലിം ലോകം അത് മനസ്സിലാക്കാതെ പോയതാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ
അത് ശരിയായ രൂപത്തിലാണ് മുസ്ലിങ്ങൾ ഈ ഖുർആനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഏറ്റവും ഉന്നതർ, ലോകം നയിക്കേണ്ടവർ ഇന്ന് മുസ്ലിങ്ങളാകുമായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പറഞ്ഞല്ലോ, ഇന്ന് മുസ്ലിം ലോകമാകമാനം ഒരു ആരാധനക്ക് പോവുകയാണ്. ആ ആരാധനക്ക് പോകുമ്പോൾ അർത്ഥശൂന്യമായ ഒരുപാട് കർമ്മങ്ങളാണ് അവിടെ ചെയ്യാനുള്ളത്. കുറെ ഓടുക, കുറെ നടക്കുക, ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, ഒരു കെട്ടിടത്തെ വലയം ചെയ്യുക. ഇതുകൊണ്ട് കുറെ മൃഗങ്ങളെ, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് മൃഗങ്ങളെ ഒരൊറ്റ ദിവസം കൊല്ലുക. കർമ്മത്തിന് അർത്ഥമല്ല. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അർത്ഥമല്ല. ഞാൻ പറഞ്ഞു, ഈ ഹജ്ജിനെ തന്നെ മനുഷ്യരുടെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യരുടെ വേണ്ട, ലോകം മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ. ലോകത്തുനിന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിരക്ഷരത, അവർ ഏതൊക്കെ മേഖലയിൽ നിരക്ഷരത, പട്ടിണി, ഏതൊക്കെ രാജ്യത്ത് മുസ്ലിങ്ങൾ പട്ടിണിയിലാണ്. ഖുർആൻ ഉദ്ദേശിക്കുന്ന ഹജ്ജ് മാനവരാശിയുടെയാണ്, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ്. അത് വേണ്ട. മുസ്ലിങ്ങളുടെയെങ്കിലും ആഗോള മുസ്ലിങ്ങൾ ഏതൊക്കെ രാജ്യത്ത് അവർ പീഡിതരാണ്, ഏതൊക്കെ രാജ്യത്ത് അവർ മർദ്ദിതരാണ്, ഏതൊക്കെ രാജ്യത്ത് അവർ നിരക്ഷരരായി കഴിയുന്നു, ഏതൊക്കെ രാജ്യത്ത് സംഘർഷങ്ങളുണ്ട്, ആ സംഘർഷങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ഹജ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് നടന്നോട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു ചർച്ചയില്ല. അവിടെ ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന നിരക്ഷരത, പട്ടിണി, സംഘർഷങ്ങൾ പുഴുക്കളെ പോലെ നൊഞ്ഞിയാണ് വെച്ച ഒരു നേരത്തെ ആഹാരത്തിന്. ഇങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല പറയണത്. നീ മുസ്ലിങ്ങളുടെയെങ്കിലും മുസ്ലിങ്ങളെന്ന് അറിയപ്പെടുന്നവരുടെയെങ്കിലും പ്രശ്നങ്ങൾ ആഗോള തലത്തിൽ ലോക മീറ്റിംഗ് ആയിട്ട് എടുക്കുക. ഏതൊക്കെ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ട്, അവർ പീഡിപ്പിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, അവർക്ക് അനീതി അവരോട് കാണിക്കപ്പെടുന്ന രാജ്യങ്ങൾ, ചൂഷണം ചെയ്യപ്പെടുന്ന ഏതൊക്കെ രാജ്യങ്ങൾ, ഇതിനെക്കുറിച്ച് ചർച്ചയില്ല, ഇതിനെക്കുറിച്ച് പരിഹാരമില്ല. വേൾഡ് പണ്ഡിതന്മാരൊക്കെ, ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ അവിടെ ഒരുമിച്ച് കൂടി എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സോമാലിയിൽ എന്താ പ്രശ്നം, സിറിയയിൽ എന്താ പ്രശ്നം, ഈജിപ്തിൽ എന്താ പ്രശ്നം, ഇങ്ങനെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ പട്ടിണി, ഇപ്പോൾ സോമാലിയിൽ പട്ടിണിയ പ്രശ്നം, ഈജിപ്തില് സിറിയയിലും രാഷ്ട്രീയ കലാപങ്ങളാ പ്രശ്നം, അത് പരിഹരിക്കാൻ എന്താ വിധി? ഇങ്ങനെ ഓരോ രാജ്യത്തും ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമ്പത്തും മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. സമ്പത്ത് മുസ്ലിങ്ങളുടെ നല്ല പല ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തങ്ങളുടെ നിലനിൽപ്പും നല്ല നടത്തിപ്പിനും വേണ്ട സമ്പത്ത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, മതസംഘടനകളായാലും ശരി, കോടികൾ ആസ്തിയുള്ള പള്ളികളിലാണ് പക്കച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വെക്കുന്നത്. കോടികൾ ആസ്തിയുണ്ട് പള്ളികൾ, ചില പള്ളികളിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്, കോടികൾ ആസ്തിയുണ്ട്. ഒരു 10 കോടിയിലെങ്കിലും ആസ്തി അവിടെ കെട്ടിടമായിട്ടും ഭൂമിയായിട്ടും മറ്റു ബാങ്ക് ബാലൻസും ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ആ പക്കച്ചുകൊണ്ട് ഒരു പിരിക്കാൻ ഇങ്ങനെ വരുന്ന പരിപാടി. സാധുക്കളെ സഹായിക്കാനുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇവിടെ. കോടികൾ 7,000, 8,000, 10,000, 25,000 കോടികളുടെ ആസ്തിയാണ്. പക്ഷേ അതിൽ തന്നെ ജോലിയില്ലാത്ത, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, മരിച്ചാൽ മറവ് ചെയ്യാനുള്ള ഭൂമി പോലുമില്ലാത്ത ആയിരക്കണക്കിന് കോടിക്കണക്കിന് അംഗങ്ങൾ അതിന്റെ കീഴിലുണ്ട്. പക്ഷേ ഈ സ്വത്ത് അവിടെ മൂടി വെക്കുക, ഇത് ഉപയോഗിക്കുന്നില്ല. ഇത് മുസ്ലിങ്ങളുടെ ഈ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത്. ഒരു മനുഷ്യരും ചിന്തിക്കുന്നില്ല എന്തിനാണ് ഈ കോടികൾ ഇവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്, ആദ്യം കുറ്റം പറയല്ല. 25,000, 30,000 കോടികൾ ആസ്തിയുള്ള രാഷ്ട്രീയ സംഘടനകൾ, പാർട്ടികൾ. പക്ഷെ അതിലെ മെമ്പർമാർ ആ സ്വത്ത് ഒരു ഫാക്ടറി തുടങ്ങട്ടെ, പ്രത്യുൽപാദന രംഗത്ത്. അതാണ് ഖുർആൻ ലേറ്റസ്റ്റാന്ന് പറയാൻ കാരണം. മനുഷ്യന്റെ സാമ്പത്തിക രംഗത്ത് വരെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ സാമ്പത്തിക രംഗത്ത് ഇത് ഇവൻ സൂക്ഷിച്ചു വെക്കരുത്, ഇത് ഇവന്റെ പ്രത്യുൽപാദനപരമായിട്ട് ഉപയോഗിക്കണമെന്ന ഖുർആനിന്റെ ആനുകാലിക പ്രശ്നങ്ങളിൽ വരെ ഖുർആൻ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഖുർആനിന്റെ മഹത്വം. അത് കൂട്ടിവെക്കരുത്. 30,000 കോടി ആസ്തി ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു പാവപ്പെട്ട ആളുകളുടെ പാർട്ടിയോ സംഭരിച്ചു വെക്കുകയും അതിലെ മെമ്പർമാർ ഒരു നേരത്തെ ആഹാരത്തിനോ 100 രൂപ പെൻഷനോ വേണ്ടിയിട്ട് ദിവസങ്ങളോളം പഞ്ചായത്ത് കയറി ഇറങ്ങുമ്പോൾ, തൊഴിലില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ അറിയുമ്പോൾ, അത് പ്രത്യുൽപാദനപരമായി ആ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട് അവർക്ക് തന്നെ തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളല്ല ആസൂത്രണം ചെയ്യുന്നത്. അപ്പൊ ആരും ഇവരുടെ ചിന്ത ഇത് ഗുണകരമാക്കി മാറ്റുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്.
അതാണ് ഗുണകരമാക്കി മാറ്റുക എന്നതാണ് ഖുർആനിന്റെ നയം. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യന്റെ കർമ്മങ്ങളും മനുഷ്യന്റെ അധ്വാനവും അവന്റെ സമ്പത്തും സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാൻ മാറ്റാൻ ഇവർ പരിശ്രമിക്കണം. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ആ തലത്തിൽ രാഷ്ട്രീയക്കാരോ ബുദ്ധിയുള്ള ആളുകളോ പണ്ഡിതന്മാരോ നമ്മുടെ മത നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇന്നലെ ഞാനൊരു മീറ്റിംഗ് പറഞ്ഞപ്പോൾ ഒരു ബാങ്കിന്റെ അവർ പറഞ്ഞ 65 കോടിയുടെ ആസ്തിയുണ്ട്. എന്താ ഇത് ചെയ്യുന്നത്? എന്താ ഒന്നും ചെയ്യുന്നില്ല. അത് ബാങ്ക് ബാലൻസ് ആയിട്ട് നിഷ്ക്രിയമായി ആ പണമില്ല. ഒരു സമ്പത്ത് നിഷ്ക്രിയമായി ഒരു സ്ഥലത്ത് കൂട്ടിവെക്കുമ്പോൾ ഒരു കടലാസിന്റെ വില പോലും ആ സമ്പത്തിനില്ലാന്നാണ് എന്താ. കടലാസാണെങ്കിൽ നമുക്ക് തീ കൂട്ടാനെങ്കിലും ഉപയോഗിക്കാം. ഒരു തേങ്ങയുടെ ഉപയോഗമല്ല. ആ തേങ്ങയാണെങ്കിൽ നമുക്ക് പൊളിച്ച് തിന്നാതിലെ വെള്ളം കുടിക്കാം. അതിന്റെ പോലും ഉപയോഗം ആ സമ്പത്തിനില്ലാന്നാണ് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് അത് മൂവ് ആകണം, അത് ചലിക്കണം, അത് ക്രിയാത്മകമായി ആ സമ്പത്ത് വിനിയോഗിക്കുമ്പോഴേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതാണ് ആശയരംഗത്തോ മറ്റു രംഗത്തോ ഒക്കെ ഈ സമൂഹം ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ ജനതയുടെ കാര്യം. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ വേറൊരു കാര്യം. ഇത് ആ തലത്തിൽ ആളുകൾ മനസ്സിലാക്കിയെങ്കിൽ ലോകം നേരാവുള്ളൂന്നാണ്. ഖുർആനിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ലോകത്തിനെ നന്നാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയും. ഇനി ഞാൻ ഓതി വെച്ച ആയത്ത് വിശദീകരിക്കും. ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. എസ്തലൂനക്കാനിൽ മഹേലിന്റെ വിഷയതാണ്. അയലിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ഈ മെൻസസിനെ കുറിച്ചല്ല അവർ ചോദിക്കുന്നത്. അത് അവർക്ക് അറിയാം. നൂറ്റാണ്ടുകളായിട്ട് ഒരു സംഗതിയാണ്. ഇത് പറഞ്ഞു കൊടുക്കാത്ത സമൂഹത്തിലും ഇത് അവര് നമ്മളെക്കാൾ ശുദ്ധിയുള്ള ആളുകളായിട്ടാണ് ആ സമയത്ത് അവർ ജീവിക്കുന്നത്. ഈ സന്ദേശമൊന്നും കിട്ടാത്ത ഞാൻ പറഞ്ഞ ഖുർആൻ ഒരു സാമൂഹിക പ്രശ്നങ്ങളാണിത്, സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണിത് ചർച്ച ചെയ്യുന്നത്. ഇത് ഇവന്റെ ബെഡ്റൂമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവന്റെ കുളിമുറിയിലത്തെ കാര്യങ്ങള്, ഇവന്റെ കിടപ്പുറയിലത്തെ കാര്യങ്ങള്, പെണ്ണിന്റെ ആർത്തവ കാര്യങ്ങള്. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ലാത്താണെങ്കിൽ അതിനേക്കാൾ ബന്ധപ്പെടാൻ പാടില്ലാത്ത ഒരു സ്ത്രീക്ക് അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ പ്രസവിക്കും ഒരു സ്ത്രീ, അവരുടെ വയറ് കഴുകി കിടക്കാൻ ആ സമയത്ത് പറ്റും. ഇവരീ പറയുന്ന സംഗതിയാണ് പ്രസവിച്ച് കിടക്കാൻ സ്വന്തം. അതിനെ പറ്റും. അതിനെക്കുറിച്ച് എന്താ ഈ ഖുർആൻ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഈ ലൈംഗിക ആവശ്യത്തിന് ഒരു സ്ത്രീയെ ശാരീരികമായി തന്നെ പറ്റാത്ത സമയങ്ങളുണ്ട്. ഭയങ്കരമായി പനി പിടിച്ച് കിടക്കാൻ പറ്റുമോ? 4 ഒടിഞ്ഞ് പ്ലാസ്റ്റിക് കിടക്കാൻ പറ്റുമോ? ഇത് ശാരീരികമായ അവരുടെ വൈകല്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുക, പൊന്നലെ പ്രസവിച്ചിരിക്കണം. അപ്പൊ ഇത് ആ ഒരു കാര്യം അങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമല്ലോ. ഇനി അവരുടെ മാനസികമായ സമയം നോക്കൂ. വാപ്പ മരിച്ചു കിടക്കുക പറ്റുമോ? കുട്ടി മരിച്ചു കിടക്കുകയാണ്, ഇതിന് പറ്റുമോ? ജോലി പറയുന്ന സംഗതി. ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്, പറ്റുമോ? അത് മാനസിക പ്രശ്നങ്ങളാണ്. അപ്പൊ മാനസികവും ശാരീരികവുമായ ഒരു സ്ത്രീക്ക് ഒരുപാട് 100 പ്രശ്നങ്ങളെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ സമയത്ത് ഇതുമായിട്ട് ചെല്ലാൻ പറ്റാത്തത് വെറും ഒരു ആർത്തവ സമയത്ത് ഈ ചോര മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അതിനൊക്കെ പരിഹാരം വേണം. പാപ്പ മറ്റെടുക്കണം. അതും പറ്റും. സദ്യാന നബി വീട് കൂടിയത് വാപ്പിയും സഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ടാണ് ആ സ്ത്രീയുടെ. വലിയ പിന്നെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ അതൊന്നും പ്രശ്നമില്ല. കുട്ടി മരിച്ചു കിടക്കുമ്പോഴാത്ര ലൈംഗിക അതൊക്കെ മനുഷ്യന് പ്രായോഗികമാക്കാൻ പറ്റിയതല്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും ക്രൂര ഹൃദയമുള്ള ഏതെങ്കിലും മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാനവരാശിക്ക് മാതൃകയൊന്നുമല്ല. അങ്ങനെ പല ഹദീസുണ്ട്. ഭർത്താവ് വന്ന് രാത്രി അവര് ബെഡ്റൂമിലൊക്കെ കടന്ന് ബാക്കി കാര്യങ്ങളൊന്നുമില്ല, അവിടെയൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഒഴിഞ്ഞ് ചായനെ കുടിച്ചിരിക്കുമ്പോൾ അത്ര പറഞ്ഞത്. അല്ല, അപ്പൊ അള്ള ഒരു വസ്തു നമുക്ക് തന്നാല് അത് തിരിച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം. എന്നാ നമ്മളെ കുട്ടി മരിച്ചു. ഹദീസിലൊക്കെ പറ്റുമത്. അതൊന്നും ഒരു കാരുണ്യത്തിന്റെ തലത്തിലേക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് ഉള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ മാനവരാശിക്ക് മാതൃകയാക്കാൻ പറ്റിയ കാര്യമൊന്നല്ല. അതൊക്കെ പ്രാകൃത അറബികളിൽ പിന്നെ പ്രാകൃത അറബ് ഗോത്രങ്ങളിലെ ക്രൂരന്മാരായ അറബികൾക്കൊക്കെ പറ്റും. ചിലപ്പോൾ അവരൊക്കെ ചെയ്തിട്ടുണ്ടാവും. വെറും ഈ ചിന്തയായിട്ട് മാത്രം നടക്കുന്ന പ്രാകൃത സമൂഹങ്ങളിലൊക്കെ. കാരണം സ്വന്തം പൈതൽ മരിച്ചു കിടക്കുമ്പോ ഭാര്യയ്ക്ക് ഭർത്താവിന് ഇതല്ല ഇപ്പൊ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ലൈംഗികതയെ കുറിച്ച് ആ സമയത്ത് സമീപിക്കരുത് എന്ന് പറയാനാണെങ്കിൽ ശാരീരികമായും മാനസികമായും ഒരു സ്ത്രീ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്യണം. അപ്പൊ അതൊന്നും ചർച്ച ചെയ്യാനുള്ളതല്ല. അത്
ഇവിടുത്തെ മൃഗങ്ങൾക്ക് വരെ അറിയാം. മൃഗങ്ങൾക്ക് വരെ അറിയാം അത് എപ്പോൾ പറ്റും പറ്റൂല. അത്ര മനസ്സിലാക്കിയാൽ മതിയല്ലോ. മൃഗങ്ങൾക്ക് വരെ അറിയാം എപ്പോഴത് പറ്റാ എപ്പോഴത് പറ്റാതെ. വിശേഷപ്പെട്ടില്ല മനുഷ്യന് മാത്രം അത് അറിയാന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ മനുഷ്യനെ കൂട്ടിയിട്ട് കാര്യമില്ല. ഇത് എപ്പോഴാ സംഗതി പറ്റാ എപ്പോഴാ ഈ സംഗതിക്ക് പറ്റാതെ. നല്ല ഭയങ്കര പനി പനിച്ച് കിടക്ക ഭാര്യ. ആ സമയത്ത് ഈ ആവശ്യമായിട്ട് ആരാ ചെല്ലും? മനുഷ്യത്തെല്ലാം ചെല്ലും. ഭയങ്കര ന്യൂമോണിയൊക്കെ പിടിച്ച് കിടക്കണം, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തൊക്കെ. ഇവരിൽ അതൊക്കെ എഴുതിക്കണം. ഇവര് പറയുന്നത് പറല് നോമ്പല്ലാത്ത സുന്നത്ത് നോമ്പാണെങ്കിൽ ഭർത്താവ് വിളിക്കാത്ത ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഹദീസിന് എവിടെ പേരിലുണ്ടാക്കിയാണ്. അപ്പൊ കാലറസൂലുള്ളാഹി നോമ്പാണെങ്കിലും മാപ്പിള വിളിക്കാൻ പോകണം എന്ന് നബി പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ പെണ്ണുങ്ങൾ ചെന്നിട്ടുണ്ടാവില്ലേ. അപ്പൊ ഓന് തോന്നി ഒരു ഹദീസ് ഉണ്ടാക്കാം. ഈ പോട്ടക്കാരൊക്കെ പറയാനാണെങ്കിൽ എന്തിനൊക്കെ കാര്യം പറയണം. അപ്പോ അതൊന്നല്ല വിഷയം. ഇത് അറയാണെന്ന് പറഞ്ഞാൽ അതാന്ന് പറഞ്ഞാൽ തന്നെ ഉപദ്രവമാണെന്ന് പറഞ്ഞാൽ തന്നെ അതും ആശയതലത്തിലാണ്. അത് ഉപദ്രവം. ഖുർആനിൽ അതാണ് ഉപയോഗിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അത് ആശയതലത്തിലാണ്, അത് ആത്മീയ തലത്തിലാണ് ആ ഉപദ്രവം. ഒരാളുടെ ശാരീരിക തലത്തിലല്ല. ഖുർആനിൽ അകം മിൻ റഅസിഹി എന്ന് പറഞ്ഞു 296 ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഹജ്ജ് വേറെ വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പൊ 2-3 സ്ഥലത്ത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ പറയാം. അകം മിൻ റഅസിഹി എന്ന് പറഞ്ഞാല് രണ്ടർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അറബിയിൽ 1-2 പണ്ഡിതന്മാര് പറഞ്ഞത് അവന് തലയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് മാനസികമോ ആശയപരമോ ആയ പ്രശ്നങ്ങളാണ്. ഇവരേതിങ്ങനെ തലയിൽ രോഗം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ തലയിൽ രോഗം ഉണ്ടെങ്കിൽ ചെയ്യാമോ ചെയ്യാം, അതിന് ഡോക്ടറെ കാണാനല്ല പറയാം. എന്റെ തലയിലൊരു കുരുണ്ട്, അതിന് ഞാൻ നോമ്പ് നോക്കിയിട്ട് എന്താ കാര്യം? വല്ല നോമ്പ് ഇവര് പറയുന്നതിനുള്ള പ്രാചീനം പറയുന്നതാ. നോമ്പ്, സദക്ക, പിന്നെ നുസ്ക്, ഈ 3 കാര്യമാണ് പറയണം. എന്റെ തലയിലൊരു കുരുവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുരുണ്ടായതിന് ഞാൻ എന്തായാലും നോമ്പ് നോക്കി. അതിനങ്ങനെയാണ് ഇന്ന് ഡോക്ടറെ കാണാനല്ല പറയാം. അവിടെ 2 നിലക്കാണ്. ഒന്ന്, അവരുടെ നേതൃത്വത്തിൽ നിന്ന് ഇവൻ ആ മൂവ്മെന്റില്, ആ പിന്നെ പ്രതിഷേധ വിപ്ലവത്തില് നേതൃത്വത്തിന്റെ കൂടെ പോകുമ്പോൾ, ആ നേതൃത്വത്തോട് ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ, ആ നേതൃത്വത്തിൽ നിന്ന് വല്ല അച്ചടക്ക നടപടി ഭയപ്പെടുകയാണെങ്കിൽ അവൻ അതിനു വേണ്ട പരിശീലനങ്ങൾ നേടണം. പരിശീലനങ്ങൾ നേടുകയും ആ ആശയത്തെ അവൻ ശരിവെക്കുകയും അതനുസരിച്ചുള്ള കർമ്മ പദ്ധതി അവൻ നടപ്പിൽ വരുത്തുകയും ചെയ്യണം. എന്നിട്ട് ഇതിന് പരിഹാരം കാണണം. വേറെ ചില 2 അഭിപ്രായമാണ് പാതിൽ. മറ്റൊരു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഡിമോസ് പോലെയുള്ള, പിന്നെ ഇസ്ലാം പൂളി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ, പിന്നെ വേറെ മുഹമ്മദ് ഷുഹറൂർ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവന്റെ ചിന്താപരമായ പ്രശ്നങ്ങൾ അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് തലയിൽ നിന്നാണ്. തലയിലാണ് ചിന്തയൊക്കെ. അവന് ചിന്താപരമായ ആശയപരമായ പല വൈകല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവനും ഈ എന്തെയും അതിന്റെ ചെയ്യാൻ അതിനുള്ള പരിശീലനവും ആ പരിശീലനത്തിലൂടെ അതിനെ ശരിവെക്കലും അതനുസരിച്ചിട്ടുള്ള നിൽക്ക്, അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതിയും അവൻ നടപ്പിൽ വരുത്തണം. എന്നിട്ട് അതിന് പരിഹാരം കാണണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ശരീരത്തിലുള്ള രോഗം പോലെയുള്ള വല്ല ഉപദ്രവവും ആണെങ്കിൽ അതിന് ഡോക്ടറെ കാണാനാണ് പറയാം. അതാണ് ഖുർആനിൽ ഒരു അവന്റെ വിശ്വാസ തലത്തിന്, അവന്റെ കർമ്മതലത്തിലുള്ള ദൂഷ്യങ്ങളാണ്, ഉപദ്രവങ്ങളാണ്. അല്ലാതെ ശരീരത്തിൽ നിന്ന് ഒരു ചോര പുറപ്പെടുന്ന രൂപത്തിലോ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖത്തെക്കുറിച്ചോ അല്ല ഖുർആൻ ചർച്ച ചെയ്യുന്ന അതാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി വേറൊരു സ്ഥലത്തുണ്ട്. الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى. അതാണ് ദൈവമാർഗത്തിൽ, ദൈവികമായ മാർഗത്തിൽ തന്റെ അധ്വാനവും തന്റെ സമ്പത്തും ഒക്കെ വിനിയോഗിക്കുന്ന ആളുകൾ. എന്നിട്ട് അത് വിനിയോഗിച്ചിട്ട് ഒരു മഞ്ഞ്, ഒരു അനുഗ്രഹം ചെയ്യുകയും അതൻ ആ ചെയ്തതിന്റെ പേരിൽ ഉപദ്രവം തുടരുകയും ചെയ്യാത്ത ആളുകൾ. അത് ചെയ്യാൻ പാടില്ല. ഒരു മഞ്ഞ് ചെയ്യുക, ഒരു അനുഗ്രഹം ചെയ്യുക, എന്നിട്ട് അതിന്റെ പേരിൽ മഞ്ഞ തന്നെ അനുഗ്രഹം ചെയ്യാനാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മഞ്ഞ് സെൽവ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ് സെൽവ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞ് എന്ന് പറഞ്ഞാല് രാത്രിപ്പത്തിലോ സ്വതക്കാത്തിക്കത്തിൽ മഞ്ഞ് വല്ലാതാണ് എന്ന് ഖുർആൻ പറഞ്ഞു. നിങ്ങളുടെ ധർമ്മങ്ങളെ ഒരു പറയുന്നത് എടുത്തു പറയാനാണ്. എടുത്തു പറയാനല്ല മഞ്ഞാണെന്നെ അനുഗ്രഹിക്കുക. വിളക്കത് മനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഞാൻ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മുസയുടെ കഥ പറയുമ്പോൾ
മഞ്ഞാണെന്ന അനുഗ്രഹം കൊടുക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ ഉപദ്രവിക്കുകയും ചെയ്യാം. അത് പല ധനാഢ്യരും പല സമ്പന്നരും ചെയ്യുന്നതാണ്. പണം കൊടുക്കുക, അതിന്റെ പേര് പറഞ്ഞ് ഉപദ്രവിക്കും. ഖുർആൻ ഒരു മനുഷ്യന് പിന്നെ ഒരു ഇടയിലൊന്ന് പറയണ്ടേ നമ്മൾ, ഇത് സംസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ. സംസ്കരിക്കപ്പെടാത്ത ഒരു ജനതയായിട്ടാണ് ഈ ഖുർആന്റെ ആളുകൾ എന്നെ മാറുന്നതെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യം. എന്നോടൊരാൾ പറഞ്ഞു, ഇവിടെ സ്ഥിരമായി ഖുർആൻ കേൾക്കുന്ന ഒരാള് കുട്ടിക്ക് 80 പവൻ കിട്ടിയാലേ കെട്ടിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ഖുർആൻ കേട്ടിട്ടൊന്നും കാര്യം. ഈ ഖുർആനിന്റെ തന്നെ ആളുകളുടെ തലപ്പത്ത് ഞാൻ ഇരിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുമായി പോയി 3 മണിക്കൂർ നിന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. അതേ ദിവസം തന്നെ ഒരു സുന്നിയുടെ അടുത്ത് കടയിൽ പോയി വേഗം കസേര വെച്ചിട്ട് ഇരുന്നു, ഒരു ചായ കൊണ്ടുവന്നു തന്നു. സംസ്കരിക്കപ്പെട്ടതെന്ന് ഓരോ ഏതായാലും വേണ്ട, പുണ്യം എത്തുന്നുണ്ട്. ഈ ഖുർആന്റെ അഹിലുകാരിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ആ പേരൊന്നും ഇവിടെ ചർച്ചയുണ്ടാകുന്നത്. 3 മണിക്കൂർ ഞാൻ തന്നെ ആയിട്ടായി 3 മണിക്കൂറോളം ഇയാളുടെ പോയിന്റ് പറഞ്ഞ് കുത്തിരിക്കാനല്ലാതെ ഒന്ന് ഇരിക്കുന്നു വരാനോ സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഖുർആനൊന്നും കാര്യമില്ല. അതാണ് ഇത് ആരോടാ ഈ ഖുർആൻ പറയേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. സംസ്കരിക്കപ്പെടാത്ത ഒരു ജനതയോട് ഈ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സംസ്കരിക്കപ്പെടണം. അതാണ് ഖുർആനിൽ നിസ്കാരമല്ല, ഓക്കെ എന്നാ ആ ഖുർആൻ. നോമ്പ് വേണ്ട, വളരെ നന്നായി. എന്നാ ലേശം കള്ളുടുത്ത, എന്നാ 10 മിനിറ്റ് ഉഷാറായി. ആരാന്റെ മുതല് അന്യായമായി തട്ടിയെടുക്കാം, വളരെ നന്നായി. എന്നാ ഖുർആന്റെ ആളാ ഞാൻ. അങ്ങനെയാണെങ്കിൽ ആരും ഖുർആനിക്ക് വേണ്ട. ദയവിട്ട് അവർ മാറി നിൽക്കാൻ നല്ലത്. ഈ ഖുർആനോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ സംസ്കരിക്കും. ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഈ ഖുർആനല്ലെങ്കിൽ ഖുർആന്റെ മേലെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ള അഭിപ്രായമായി. ഞാൻ പെണ്ണുപിടിയനാണ്, പിന്നെ ഈ ഖുർആനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പറയാതിരിക്കണം. കാരണം ഈ ഖുർആനോടുള്ള ഒരു മഹത്വം ഉണ്ടെങ്കിൽ എനിക്ക് മാറി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കല. പക്ഷെ ഈ ഖുർആന്റെ പേരിലാകരുത്. എനിക്ക് പറയാല്ല, ഞാൻ പറയും. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് തന്നെ. അപ്പൊ ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ ഖുർആനല്ല ഇനി വേറെ വല്ലത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഇതിന്റെ ഇടയിൽ പറഞ്ഞതാണ്. പണം കൊടുക്കുകയും അനുഗ്രഹിക്കുകയും അതിന്റെ പേരിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന അതാണ് അവിടെയും ആശയപരമായ ഉപദ്രവമാണ്. അവന്റെ ആശയ തലത്തിലും അവന് ആത്മീയ തലത്തിലുമുള്ള ഉപദ്രവമാണ് അവിടെയും അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗത്തെക്കുറിച്ചല്ല. അപ്പൊ ഖുർആൻ അതായത് ഖൗലും മഅറൂഫും മഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദൻ എന്ന് ഖുർആൻ പറഞ്ഞു. ഖൗലും മഅറൂഫായ വാക്കും മഗ്ഫിറത്തുൻ അതൊക്കെ തേച്ചുമാച്ച് കളയലും അവൻ ചെയ്ത തെറ്റുകളൊക്കെ തേച്ചുമാച്ച് കളയലും ഇതൊക്കെയാണ് ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദൻ. ഉപദ്രവത്തെ പിന്തുടരുന്ന സദഖയേക്കാൾ ഏറ്റവും ഉത്തമം എന്ന പറഞ്ഞു. അപ്പൊ ഉറുഫ് മഅറൂഫ് അതൊക്കെ മതപരമാണ്. ഉറുഫ് മഅറൂഫ് അറഫാത്ത് ഇതൊക്കെ വിജ്ഞാനത്തിന്റെ ഉൾക്കൊള്ളലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഈ ഉറുഫ് മഅറൂഫ് അറഫാത്ത് ഇതൊക്കെ അറിവിന്റെ ഉൾക്കൊള്ളലാണ്, അറിവ് സ്വീകരിക്കലാണ്. അപ്പൊ ഈ 3 പേര് ഞങ്ങൾ പറഞ്ഞു. ഉറുഫ് മഅറൂഫ് അറഫാത്ത്. ഈ അറിവ് ഉൾക്കൊള്ളലും ആ അറിവ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംസാരവും ഇതാണ് നല്ലത്. എന്തിനേക്കാൾ ഒരു ധർമ്മം കൊടുത്തിട്ട് അതിന്റെ തുടർന്ന് അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് അതയാണത്. ഇത് മനുഷ്യർക്കുള്ള ഉപദ്രവമാണ്. അതാണ് അതയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഉപദ്രവമാണ് ഈ മഹീബ്. പിന്നെ ഈ പദത്തിൽ സംസാരിക്കുന്ന ഈ ആയത്തിൽ സംസാരിക്കുന്ന വേറൊരു പദം ഏത്തിസാനാണ്. ഏത്തിസാല് എന്ന് പറഞ്ഞാൽ ഒരു മെൻസായ കൊച്ചിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിനല്ല ഏത്തിസാല് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. ഖുർആൻ ഉപയോഗിക്കുന്നത് വിശ്വാസത്തിൽ നിന്നും ഉള്ള വിട്ടുനിൽക്കലും അള്ളാഹുവിനെ ചെറുക്കി ചെയ്യുന്നതിൽ നിന്നുള്ള വിട്ടുനിൽക്കലും ആശയപരമായ വിട്ടുനിൽക്കലാണെന്ന് അർത്ഥം. അതിനാണ് ഏത്തിസാല് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിലെ ഓരോ പദങ്ങളുമാണ് ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നത്. മുമ്പ് മൊത്തത്തിൽ ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ വന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കാം. ഏത്തിസാല് നോക്കൂ. ഈ ഏത്തിസാല് രണ്ടാമത്തെ വേർഡാണ് ഏത്തിസാല്. പട്ടത്തിലും നിസാ എന്ന് പറഞ്ഞു അവര് ഏത്തിസാല് ചെയ്യാം. അത് ആശയപരമായ വിട്ടുനിൽക്കലാണെന്നാണ് ഞാൻ പറയുന്നത്. ആത്മീയ തലത്തിലുള്ള അകൽച്ചയാണ് അവരോട്. ഏതെങ്കിലും ഫിസിക്കലി തമ്മിലുള്ള ബന്ധപ്പെടലിനുള്ള വിട്ടുനിൽക്കലല്ല, ശാരീരികമായ ബന്ധപ്പെടലിനുള്ള വിട്ടുനിൽക്കലല്ല എന്നർത്ഥം. അതിന് എന്താണ്
പറയാം. അത് ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. വൈദത്തുമൂഹമായ ഇല്ലല്ല, നിങ്ങൾ അവരെ വിട്ടു നിൽക്കുക, അവരാരാധിക്കുന്നതിനെയും. കണ്ടോ, അവരുടെ വിശ്വാസ രംഗത്തുള്ള വിട്ടു നിൽക്കലാണ് ഏൽപ്പിക്കാലം. വൈദത്തുമൂഹം, നിങ്ങൾ അവരെ വിട്ടു നിൽക്കുക, അവരെയും ഒമായാബദൂന ഇല്ലല്ല, അള്ളാഹു അല്ലാതെ അവരെ ആരുടെയൊക്കെ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നുവോ അതിനെയും. അല്ലെങ്കിൽ ഇവർ പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന വസ്തുക്കളെന്ന് അവർ പറയുന്നത്. അതെന്തോ നയപ്രവർത്തനം. അപ്പൊ അള്ളാഹു അല്ലാതെ അവർ ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ അവർ വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ടോ അതിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അകന്നു നിൽക്കണം. അതാണ് ആശയപരമായ ഏൽപ്പിച്ചാലാണ് അവിടെ. അതാണ് വൈദത്തുമൂഹും ഒമായാബദൂന ഇല്ലല്ല ഇതിൽ ഗൾഫിയെന്നുള്ളത്. കാരണം അവര് ഗൾഫിലേക്കാണ് അഭയം തേടിയിരിക്കുന്നത്. ആ ഗൾഫ് എന്താണ് പിന്നെ സംസാരിക്കുന്നത്. ഇവിടെ നമ്മള് വിഷയം ഏൽപ്പിച്ചാൽ മാത്രമേ. മറ്റൊരായത്തിൽ പറഞ്ഞു, അത് ഗൾഫത്ത് മറിയം സൂറത്തിന് ഫലമ്മത്തും ഒമായാബദൂന അവിടെ കണ്ടു. അപ്പോ ഫലമ്മത്തും അദ്ദേഹം അവരെ തൊട്ട് അകന്നു നിന്നു. ഒമായബദൂന മിന്തൂനില്ലായി, അവരെ തൊട്ട് മാത്രമല്ല അവർ അള്ളാഹു അല്ലാത്ത ഏതിനൊക്കെ ഒബീഡിയന്റ് ആയിട്ട് അനുസരിച്ച് കഴിയുന്നുവോ അതിൽ നിന്നും അവരകന്നു നിന്നു. അപ്പൊ അതൊക്കെ ആത്മീയ തലത്തിൽ ആശയ തലത്തിലുള്ള അകൽച്ചയാണ്. അല്ലാതെ ഞാനും ഈ കാര്യം തമ്മിലുള്ള അകൽച്ചയല്ല, അല്ലെങ്കിൽ ഞാനും എന്റെ ഭാര്യ തമ്മിലുള്ള ശാരീരികമായ വിട്ടൊഴിവല്ല, ആശയ തലത്തിലുള്ള വിട്ടൊഴിവിനാണ് ഏൽപ്പിക്കാതെ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരാൾ ശാരീരികമായി അകന്നു നിൽക്കാനല്ല, അതിന് ഷിർക്കിൽ നിന്നോ കുഫറിൽ നിന്നോ ഉള്ള ഏൽപ്പിക്കാലാണ് ഖുർആൻ പറയുന്നത്. ഷിർക്കിൽ നിന്നോ കുഫറിൽ നിന്നോ ഉള്ള ഏൽപ്പിക്കാലാണ് ഖുർആൻ ഏൽപ്പിക്കാൽ ചെയ്യുക, അകന്നു നിൽക്കുക, അടുക്കരുത് എന്ന് പറയുന്നതും അതാണ്. ഒരാളെ ഫിസിക്കൽ ശാരീരികമായി ഒരാളോട് അടുക്കരുതെന്നല്ല, ഒരാൾ തക്രബുൽ ഫവാഹിഷാണ് ഖുർആൻ പറയുന്നത്. അവിടെയും അവരുടെ ആശയ തലത്തിലുള്ള സാമീപ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ആയത്തില് ഈ 2:22 ഒരാ തക്രബുഹുന്നാന്ന് പറയുന്നുണ്ട്. അവരോട് നിങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞാൽ അവരെ ശാരീരികമായ ബന്ധത്തിന് അടുക്കരുതെന്നല്ല. അവിടെ ഇപ്പൊ ഖുർആൻ പറയുന്നത് ലാ തക്രബു എന്ന് പറഞ്ഞതൊക്കെ ലാ തക്രബുൽ ഫവാഹിഷ പറഞ്ഞു. ഫവാഹിഷുകളെ ലാ തക്രബുൽ ദിന, അതൊക്കെ ആശയ തലത്തിലാണ്. ദിന ആ തലത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് മനസ്സിലാവുള്ളൂ. ദിന മാത്രം നിങ്ങൾക്ക് അതിൽ സംശയിക്കാവുന്ന ഒന്നുണ്ട്. ഈ ഫവാഹിഷ് ഫാഹിഷത്ത് എന്ന് പറഞ്ഞ ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങൾക്കാണ് ഫാഹിഷത്ത് ഫവാഹിഷ് എന്ന് പറയാം. അല്ലാതെ വ്യഭിചാരം പോലെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പോലെയുള്ള കാര്യങ്ങൾക്കല്ല. അത് ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ പല പ്രാവശ്യത്തിന്റെ ക്ലാസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവര് ഫാഹിഷത്ത് ചെയ്ത അവർ പറയും ഞങ്ങളുടെ വ്യാപാരത്തിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക വ്യവസ്ഥയല്ല. വൈദാ ഫാഹിഷത്തിന് അവർ വല്ല ഫാഹിഷത്തും ചെയ്താൽ കാലും അവർ പറയും വലുതിനാലേഹി ആ ഭാന, ഈ ഫാഹിഷത്തൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാരം ചെയ്യുന്ന കണ്ടെന്ന് പറഞ്ഞാൽ ഇതല്ല വിഷയം. എന്താണ്? ഇസ്ലാമികമായ ഈ സമാധാന സന്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങളുമാണ്. ഖുർആൻ പറയുന്നത് ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ, പിശാച് ഇന്നമാ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്നാണ്. പിശാച് നിങ്ങളോട് കൽപ്പിക്കുക എന്താണ്? ഫഹ്ശാവും മുങ്കറും മാത്രമേ പിശാച് നിങ്ങളോട് കൽപ്പിക്കുള്ളൂ എന്നാണ്. ഫഹ്ശാവ് വ്യഭിചാരാണെങ്കിൽ വ്യഭിചാരം മാത്രമല്ല പിശാച് കൽപ്പിക്കുക. ഇന്നമാ അന ബസറും വിതിരിക്കുന്ന ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ മാത്രമാണ് എന്നാണ്. ഇന്നമാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇന്നമാന്ന് പറഞ്ഞാൽ ഓൺലി അത് മാത്രം എന്നാ പറയാം. ഇന്നമാ യഅ്മുറുക്കും, പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത് അസൂഅവൽ ഫഹ്ശ, സൂഉം ഫഹ്ശാവും മാത്രമാണ് അവൻ കൽപ്പിക്കുന്നത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ഈ സമാധാനത്തിന്റെ സന്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും അതിൽ പങ്കു ചേർക്കാനുള്ള കാര്യങ്ങളും മാത്രമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അവൻ നിങ്ങളോട് വെറും വ്യഭിചരിക്കാൻ മാത്രമേ കൽപ്പിക്കുള്ളൂ എന്നല്ല. അങ്ങനെ നിരവധി ആയത്തുകൾ കൊണ്ട് നമുക്കത് പറയാൻ കഴിയും. യൂത്ത് നബിയുടെ സമൂഹം ഫാഹിഷത്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവര് ഹോമോസെക്സ് ചെയ്തിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അവര് ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ജനതയായിരുന്നു അത് എന്നാണ് അതിന്റെ അർത്ഥം.
അത് അത്രമാത്രം പറഞ്ഞു. അപ്പൊ ലാ തഖ്റബു എന്ന് പറഞ്ഞത് തന്നെ ഒരാളെ ശാരീരികമായിട്ട് എന്റെ ഭാര്യയുമായിട്ടോ എന്റെ സഹോദരങ്ങളുമായിട്ടോ എന്റെ സഹജീവികളുമായിട്ടോ ശാരീരികമായ അടുപ്പം കാണിക്കുന്നതിനല്ല ഖുർആൻ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആശയപരമായ സാമീപ്യത്തെക്കുറിച്ചോ ആശയപരമായ ഉൾക്കൊള്ളലിനെ കുറിച്ചോ ആശയപരമായി അള്ളാഹുവിന്റെ ആശയമല്ലാത്ത മറ്റൊന്ന് സ്വീകരിക്കുന്നതിനെ കുറിച്ചോ ആണ് നിങ്ങൾ അവരോട് അടുക്കരുത് എന്ന് പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ആശയം പറയുമ്പോൾ അതിനെ ധിക്കരിക്കുന്ന ആളുകൾ, അത് വേണ്ടാന്ന് പറയുന്ന ആളുകൾ ഇതുമായിട്ട് സഹകരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ദൈവികമായ ആശയം പറയാം, ദൈവികമായ ആശയം പറയലാണ് ഒരു സമൂഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ അതിൽ ദൈവത്തിന്റെ ആശയമല്ലാതെ അള്ളാഹുവിന്റെ ആശയമല്ലാതെ സ്വന്തം ആശയങ്ങളും സ്വന്തം തന്നിഷ്ടങ്ങളും പറയാനുള്ള അല്ലെങ്കിൽ അതും കൂടി പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഇത് അള്ളാഹുവിന്റെ ആശയങ്ങളാണ് പറയുന്നത്. അപ്പൊ ലാ തഖ്റബു എന്ന് പറയുന്നതും ഇഅ്തിസാൽ ചെയ്യൽ എന്ന് പറയുന്നതും അദാ എന്ന് പറയുന്നതും ഒക്കെ ആത്മീയ തലത്തിലും ആശയ തലത്തിലും അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? ഇത് ഞാനും ഒരു ശാരീരികമായ ഒരു അടുപ്പമോ ബന്ധപ്പെടലോ ഒരു കെട്ടിപ്പിടിക്കലോ ഒരു തോളിപ്പിടിക്കലോ അല്ല ലാ തഖ്റബു എന്ന് പറഞ്ഞാൽ. ഇഅ്തിസാൽ അകലുക എന്ന് പറഞ്ഞാൽ അദാ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതൊക്കെ ഇപ്പൊ ഇഅ്തിസാൽ പറഞ്ഞു അവരെയും എന്ന് പറഞ്ഞാൽ അവരുടെ ആശയത്തെയും അവരേതൊരു ആശയത്തെയാണോ പറയുന്നത് അതിനെയും അകന്നു നിൽക്കുക. പഴത്തതിനു ഒമായുമിനോ എന്ന് പറഞ്ഞു. അവർ എന്നിൽ നിന്ന് അകന്നു, അവർ വിശ്വസിക്കുന്നില്ല. അവിടെയും വിശ്വാസത്തിൽ നിന്നുള്ള അകറ്റാണ് ഒരായത്താണ്, ഒരായത്തിൽ പറഞ്ഞതാണ്. അതായത് എഴുത്തുകാര് പറഞ്ഞ സ്ഥലത്ത് അവര് എന്നിൽ നിന്ന് അകന്നു, അവര് അതിനെ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. വൈല്ലം തോമിനൂലി, അവര് എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പഴത്തതിലൂനി അവർ എന്നിൽ നിന്ന് എഴുത്തിക്കാലം ചെയ്യട്ടെ. ഖുർആൻ പറഞ്ഞതാണ്. വൈല്ലം തോമിനൂലി, അവർ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ. അതാണ് വിശ്വാസപരമായ അകറ്റാനത്. അപ്പൊ ഈ നിക്കാഹ് അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാവും. അത് പെട്ടെന്ന് ഇങ്ങനെ പുസ്തകലാക്കിലേക്ക് പോയി കയറി ഉള്ള ആളുകളോട് അത് പുസ്തകലാക്കിൽ തന്നെ ബുദ്ധിപര തലത്തിൽ ഒരു ഉയർന്ന തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. വൈദ്യം തോമിനൂലി, അവർ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാൻ കൊണ്ടുവന്ന ഈ ആശയത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഭക്തത്തിലൂനി അവർ എന്നിൽ നിന്ന് അകന്നോട്ടെ. അവിടെ എഴുത്തിക്കാലം എന്ന ആശയപരമായ അകൽച്ചയാണ്. ഞാൻ അനിഭാഗത്തോളൊന്നും കയ്യെത്തുന്നതിനല്ല, അല്ലെങ്കിൽ സൈക്കിൾ കൊടുക്കുന്നതിനല്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിനല്ല. ആശയപരമായ അകൽച്ചയാണ്. അതാണ് ഞാൻ കുത്തുബയുടെ തുടക്കത്തിൽ പറഞ്ഞ ഖുർആൻ ആശയ തലത്തിലും ആത്മീയ തലത്തിലും വായിക്കാതെ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ നടക്കാന്ന് ഉദാഹരണം പറഞ്ഞു. നടക്കാന്ന് ഒരാൾക്ക് ഞാൻ നിങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കരുതെന്ന് ഒരാൾക്ക് മനസ്സിലാവുള്ളൂ. തർക്കിക്കാനൊന്നുമില്ല. നിങ്ങൾ വാദപ്രതിവാദനുണ്ടോന്നില്ല, ഞാനില്ല. ഡിക്ഷണറിയിൽ നടക്കാന്നാണ്. വാദപ്രതിവാദനുണ്ടോ ഇല്ല, ഞാനില്ല. വാദപ്രതിവാദം ഞാൻ നടക്കാനാണ്. എന്റെ ബിഹേവിയറാണ്, എന്റെ പെരുമാറ്റാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് അഹങ്കാരത്തോടു കൂടി പെരുമാറുന്നതാണ്. നീ അഹങ്കാരത്തോട് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ ഒരു വിശ്വാസി നടക്കുന്നു. അള്ളാഹു ജീവൻ കൊടുത്ത ഒരു മനുഷ്യൻ ഈ വെളിച്ചം കൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നതല്ല, ഈ വെളിച്ചം കത്തിച്ച് തോട്ടത്തിന് നടക്കുന്നതല്ല, എന്റെ പെരുമാറ്റമാണ്. അപ്പൊ മജാ എംഷി എന്ന് പറഞ്ഞാൽ നടക്കാനല്ലേ, ഡിക്ഷണറിയിൽ നടക്കാനല്ലേ എന്ന് ചോദിച്ചാൽ ഡിക്ഷണറിയിൽ നടക്കാനാണ്. നിങ്ങൾ തർക്കിക്കാനുണ്ടോ, വാദപ്രതിവാദത്തിനുണ്ടോ? ഞാനില്ല. ഞാൻ മനസ്സിലാക്കാതെ എന്റെ പെരുമാറ്റമാണ്, എന്റെ സ്വഭാവമാണ്, എന്റെ ബിഹേവിയറാണ്, എന്റെ സഹജീവികളോടുള്ള എന്റെ ഇടപെടലാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് അല്ല. അത് നടക്കലെന്നെ കയ്യും വീഴ്ച നടക്കലെന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, എന്റെ സഹോദരൻ എടുത്തോളൂ, എനിക്ക് വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അത് എടുക്കാനുള്ള അവകാശം പോലെ എനിക്കത് എടുക്കാതിരിക്കാനും ഇത് പറയാനുള്ള അവകാശങ്ങൾ മാത്രം തന്നാൽ മതി. ഇതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. വഴത്തസിമൂബി ഹബിലില്ലാഹി ജമീഅ, അള്ളാന്റെ കയറിനെ മുറുകെ പിടിക്കുന്ന കയറല്ലേ, ആ കയർ തന്നെയാണ്. ഡിക്ഷണറിയിൽ കയറല്ലേ, കയർ തന്നെയാണ്. അല്ല ഒരു കയറ് ആകാശത്ത് നിൽക്കണോ? ഒരാൾ പറയാൻ അത് കയറന്നെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, സമ്മതിക്കാം. കയർ അനന്തേനെങ്കിലും നാട്ടിനേനെങ്കിലും കയറപ്പെട്ടോ. നമ്മൾ ആ കയർ ഈ ആശയമാണ്, ഖുർആനാവുന്ന ആശയമാണ് ആ കയർ.
ഇനി ഞാൻ പറയുന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കാനും മനുഷ്യർക്കിടയിൽ അവരെ ഉറപ്പിച്ചു നിർത്താനും അവരുടെ ഹൃദയങ്ങളെ അടുപ്പിക്കാനും പൈശാചിക മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ഉള്ള ശുദ്ധീകരിക്കാനുള്ള ജലം ഏതാ? മാവിന് ഡിക്ഷണറിയിൽ ജലം നല്ല അർത്ഥം, വെള്ളം നല്ല അർത്ഥം. അതിനെങ്ങനെ ഖുർആൻ അർത്ഥം കിട്ടുക? തർക്കമില്ല. പക്ഷെ ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ജലം അതൊരു സന്ദേശമാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ആ ജലം മനുഷ്യന്റെ ഫിൽത്തുകളെ, അഴുക്കുകളെ, മാലിന്യങ്ങളെ മുഴുവൻ വൃത്തിയാക്കാനുള്ള ഈ പരിശുദ്ധ ഖുർആനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേണമെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് എടുക്കാം. അതല്ല വെള്ളമാണ് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഊതിത്തന്നെ വെള്ളമാണ് അത് മനസ്സിലാക്കി അത് കുടിക്കേണ്ടവർക്ക് അത് കുടിക്കാം. തർക്കിക്കാനില്ല. ഒരാൾ പറയാം അത് ഈ കിണറ്റിൽ നിന്ന് മുക്കുന്ന വെള്ളമാണ്, അല്ലെങ്കിൽ മട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്, അല്ലെങ്കിൽ മഴവെള്ളമാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടൂല. ഖുർആൻ പറഞ്ഞ 4 ഗുണങ്ങൾ. ഒന്ന്, മനുഷ്യരെ അക്കതാമസം, അവരുടെ ഏത് തീരുമാനങ്ങളിലും അവരെ ഉറപ്പിച്ചു നിർത്താൻ, ദൈവിക വിധിവിലക്കുകളിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ, അവരുടെ ഹൃദയങ്ങൾ ഉയർത്തിത്താൽ ആ പുരോഗിക്കും ഹൃദയങ്ങൾ അടുപ്പിക്കാൻ, വൈദ്യുതി ബാങ്കും ശൈത്താൻ പൈശാചിക മാലിന്യങ്ങൾ അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ, പിന്നെന്താണ് വലിയ യുദ്ധത്തിലെത്തുന്ന അവരെ പ്യൂരിഫൈ ചെയ്യാൻ, അവരെ ആത്മീയമായും ആശയപരമായും ശുദ്ധീകരിക്കാൻ. ഇത് ഞാൻ പറയുന്നത് ഇതിന്റെ ആഴം മനസ്സിലാകാത്തതാണത്. ഒരാളെ മാനസികമായും സാംസ്കാരികമായും അവനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിന്റെ ഗുണം എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവനെ ഓരോ അഴുക്കും വൃത്തിയാക്കാൻ പറയുന്നതിനേക്കാൾ എത്രമാത്രം ഗുണാണെന്നറിയോ? അതറിയില്ല. അതൊക്കെ നിസ്സാരമായ കാര്യം അതിൽ പെട്ടു. ഞാൻ എൻ്റെ കയ്യുമൊരു പൊടി ഉണ്ടായത് ഇവിടെ ലേശം അഴുക്കുള്ളത് വൃത്തിയാക്കാൻ പറയുന്നതും എന്നെ സാംസ്കാരികമായും ആശയപരമായും ശുദ്ധീകരിക്കാൻ പറയുന്നതും തമ്മിലുള്ള മാറ്റം എന്താണെന്നറിയോ? പിന്നെ എൻ്റെ ശരീരത്തിലെ അഴുക്ക് പറയണ്ട. അത്രമാത്രം സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യൻ ഓൾറെഡി നീറ്റായിരിക്കും. പിന്നെ അവനോട് പറയണ്ട. അവരെ കാലുമലേശം, മുട്ടുമലേശം, തലയിൽ ലേശം ചളിയുണ്ട്, വൃത്തിയാക്കാൻ പറയണ്ട. അങ്ങനെ അങ്ങനത്തെ ഓരോ ഇവന്റ്സും പറയാൻ നിന്നാൽ, ഓരോ സംഭവങ്ങളും പറയാൻ നിന്നാൽ 1000 ഖുർആനെങ്കിലും ഇറങ്ങേണ്ടി വരും ഒരാൾക്ക് വൃത്തിയാക്കാൻ പറയാൻ മാത്രം 1000 ഖുർആൻ. ഞാൻ പറഞ്ഞു ഈ മലമൂത്ര വിസർജനം മാത്രം എങ്ങനെ പറയുന്നു? അത് നമ്മൾ കോഴിക്കോട് എന്ന് പറയുന്നത് മലമൂത്രം ഒരു തോട്ടിപ്പണിക്കാരനെ കുറിച്ച് എന്താ പറയണം? അവനെന്താ ചെയ്യേണ്ടത്? ഇതിലുണ്ടോ? കക്കൂസിൽ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഇതിലുണ്ടോ? വർക്ക്ഷോപ്പിൽ ഇന്ന് വരുന്ന ഒരാളെ കുറിച്ച് ഇതിലുണ്ടോ? ഒരു കക്കൂസിന് വരുന്ന ആളെ കുറിച്ച് മാത്രമൊക്കെ അതിൽ പറയണത്. അതാണ് 100,000 സംഭവങ്ങൾ മനുഷ്യൻ അഴുക്ക് പുരളാൻ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അതൊന്നും എന്താണെന്നത് പറയാത്തത്. അപ്പൊ ഖുർആനിലെ തഹൂർ എന്ന് പറയുമ്പോൾ ഇവനെ ആത്മീയമായിട്ട് ഈ ആയത്തിൽ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സമയമായിട്ട് 1 മണിക്കൂർ. ഒരു കാര്യം, ഇനി കൽപ്പന, നിങ്ങൾ അയ്യപ്പം അമറക്കുമുള്ളാഹു, അവരെന്ത് നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെല്ലുക. നിസാഹിന്റെ ടെക്സ്റ്റ്. അള്ളാഹ് എന്താ കൽപ്പിച്ചത്? അള്ള എന്താ അമ്ര ചെയ്തതെന്നും ഖുർആനിലുണ്ട്. എന്തൊക്കെയാണ് അള്ളാഹു അമ്ര? അള്ളാഹു കൽപ്പിച്ചത് എന്തൊക്കെയാണ്? വലാ യൗമുറുക്കും മൻ തത്തഖദുൽ മലായികത വൻ നബിയ്യിന അർബാബൻ. ആ യൗമുറുക്കും ബിൽ കുഫ്രി ബഅദ ഇദ് അൻതും മുസ്ലിമൂൻ. ഇതാണ് അള്ളാഹു കൽപ്പിക്കൂലാന്ന് പറഞ്ഞത്. അള്ളാഹു മാലാഖമാരെയോ പ്രവാചകന്മാരെയോ റബ്ബുകളാക്കാൻ ഒരിക്കലും കൽപ്പിക്കില്ല. അള്ളാഹു ഒരു കുഫറിനെ എങ്ങനെ കൽപ്പിക്കുമെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു കൽപ്പിക്കുക ഈമാനിനാണ്, കുഫറിനല്ല. അള്ളാഹു മാലാഖമാരെയും പ്രവാചകന്മാരെയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിട്ട് അവരുടെ കൽപ്പനകൾ അനുസരിക്കാൻ കൽപ്പിക്കുക മുഖേന അവരെ റബ്ബാക്കാൻ കൽപ്പിക്കലാണ്. അങ്ങനത്തെ ഒരു കൽപ്പന ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുകയില്ല. മറിച്ച് അള്ളാഹു കൽപ്പിക്കേണ്ടതാണ് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ലി. ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇതൊക്കെയാണ് അള്ളാഹു കൽപ്പിക്കുക. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നീതി അള്ളാഹു കൽപ്പിക്കും. അമാനാത്തുകൾ, ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ആളുകളിലേക്ക് അവരുടെ അവകാശങ്ങളും എത്തിച്ചു കൊടുക്കാനുമാണ് അള്ളാഹു കൽപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധിക്കാനാണ് അള്ളാഹു കൽപ്പിക്കുക. അള്ളാഹു നന്മയും നീതിയുമാണ് കൽപ്പിക്കുക.
അപ്പോ ഈ നിസാറുകളോട് നിങ്ങൾ സമീപിക്കുമ്പോൾ നീതിയിലായിരിക്കണം, നന്മയിലായിരിക്കണം, ഇഹ്സാൻ കൊണ്ടായിരിക്കണം അവരോട് നിങ്ങൾ സമീപിക്കേണ്ടത്. അല്ലാതെ ഇവർ പറഞ്ഞ സംഗതി ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുന്നതല്ല. അപ്പൊ അള്ളാഹു കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ അവരുടെ അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താ കൽപ്പിച്ചതെന്ന് ഖുർആനിലുണ്ട്. എന്തൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ചത്? അള്ളാഹു കൽപ്പിച്ച ഇന്നമായ ഉമുറു, ഈ ഞാൻ ഓടി വെച്ച ആയത്തിലുണ്ട്, പൗത്തൂഹില്ല, നിങ്ങൾ അവരേക്ക് ചെല്ലുക, മിൻ ഹൈത്തു അമറക്കുമുള്ളാഹു, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് എന്തോ ആ നിലക്ക് ചെല്ലുക. എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അള്ളാഹു കൽപ്പിച്ചത് ഒന്നതാണ്, അമാനാത്തുകൾ അതിൻ്റെ ആളുകൾക്ക് എത്തിക്കൊടുക്കണം. ഓരോരുത്തരുടെയും അവകാശങ്ങളും ഓരോരുത്തരുടെയും അർഹമായ വസ്തുക്കളും അവർക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുക എന്നതാണ് അള്ളാഹു കൽപ്പിക്കുന്ന ഒന്ന്. പിന്നെ അള്ളാഹു കൽപ്പിക്കുന്ന എന്താണ്? അപ്പൊ അൻതഹ്കുമു ബൈനന്നാസിൽ അരില്, ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധിക്കുക. ഇതാണ് അള്ളാഹു കൽപ്പിക്കുന്ന മറ്റൊന്ന്. പിന്നെന്താണ് അള്ളാഹു കൽപ്പിക്കുക? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ ഹഖഹു. ഇതൊക്കെയാണ് അള്ളാഹു കൽപ്പിക്കുക. അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാനും നീതിയിൽ വർദ്ധിക്കാനും മാനവരാശിക്ക് നന്മ ചെയ്തു കൊടുക്കുവാനുമാണ് അള്ളാഹു കൽപ്പിക്കുക. അള്ളാഹു സ്ത്രീയിലേക്ക് പോയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോളൂ എന്ന് അള്ളാഹു എവിടെയും കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു അമറ, അള്ളാഹു കൽപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഖുർആനിലുണ്ട്. ആ കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾ ഈ നിസാവുമായിട്ട് നിങ്ങൾ അടുക്കുക. അവർക്ക് നന്മ ചെയ്തു കൊടുത്തുകൊണ്ട്, അവരോട് നീതിപൂർവ്വം ഇടപെട്ടുകൊണ്ട്, അവർക്ക് അക്രമത്തോട് അവരോട് സമീപിക്കാതെ നന്മ പ്രവർത്തിച്ചുകൊണ്ട് അവരോട് അടുക്കുക. അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവ്വം തീർപ്പ് കൽപ്പിക്കുക. അവർക്ക് വല്ല അമാനത്തും അവർക്ക് ഏൽപ്പിക്കാനുണ്ടെങ്കിൽ അതവർക്ക് കൊടുക്കുക. ഈ രൂപത്തിലൊക്കെയാണ് നിങ്ങൾ അവരോട് അടുക്കേണ്ടത്. അവിടെയും ആശയപരമായ അടുക്കലാണ്, അല്ലാതെ മധ്യ സംഗതിക്കുള്ള അടുക്കലല്ല. അത് അള്ളാഹു കൽപ്പിച്ചതുമല്ല. ഒരായത്തിലും അള്ളാഹു നിങ്ങൾ പെണ്ണുങ്ങളോട് ബന്ധപ്പെട്ടോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല. അള്ളാഹു കൽപ്പിക്കുന്നത് പെണ്ണുങ്ങളോട് ബന്ധപ്പെടാനാണ് എന്ന് പറയുന്ന ഒരായത്തും ഖുർആനിലില്ല. അള്ളാഹു എന്താ കൽപ്പിക്കുന്നത് എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹു നിങ്ങളോട് എന്ത് കൽപ്പിച്ചുവോ, മിൻ ഹൈത്തു അമറക്കുമുള്ളാഹു, അള്ളാഹു നിങ്ങളോട് എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച രൂപത്തിൽ അവരുമായിട്ട് നിങ്ങൾ അടുക്കുക. എന്താ അപ്പൊ ഇതിപ്പോ ഞാൻ ആദ്യം നിങ്ങൾക്ക് വന്ന് ഞാൻ പൊടിച്ച് പിന്നെ ഒന്ന് വെട്ടി കഷ്ണാക്കി തമ്മിലായിരുന്നു കുറേ കാലം മുമ്പ്. ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങൾ പൊടിച്ച് തന്നു. നീ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇതിനെ അരച്ച് തരത്തിന്. ഞാൻ മുമ്പ് ഒരു ഉപരിപ്ലവമായിട്ടൊന്ന് പറഞ്ഞു പോയി, അതല്ലാണ് വിഷയം. ഇതിൽ നിസാവും മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞാൽ ഞാനതൊന്നും കൂടി അരച്ച് തരും. എന്നിട്ട് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകണ്ടെന്ന് എനിക്ക്. അപ്പൊ ഈ ലൈംഗിക ബന്ധപ്പെടലും മറ്റു കാര്യങ്ങളെല്ലാം ഇതൊക്കെ ആശയതലത്തിലും ആത്മീയ തലത്തിലാണ് ഈ കാര്യങ്ങൾ വായിക്കേണ്ടത് എന്നാണ് ഞാൻ. ആശയതലത്തിൽ ഇതിനെ വായിക്കേണ്ടത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇതിനെ അധ്വാനിക്കാൻ വല്ലതും ചെയ്യാം. ഇവിടെ മതം എന്ന് പറയുന്നത് ആ ആശയങ്ങൾക്ക് ഭൗതികമായ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ, അതിൻ്റെ ഇൻസ്റ്റലേഷൻസിനെയൊക്കെയാണ് നമ്മളിന്ന് മതം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു പറയുന്നത് ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വൽ റഹബാൻ, ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും പുരോഹിതന്മാരെന്ന് പറയുന്നവരും യഅ്കുലൂന അംവാൽ എന്നാൽ മനുഷ്യരുടെ അംവാൽ, അത് സമ്പത്താവാം, എന്തൊക്കെ സാധ്യമായ റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ ആവാം, ബിൽ ബാത്തിൽ, അവർക്ക് അർഹതപ്പെട്ടതല്ലാത്ത രീതിയിൽ അവരത് തിന്നുകൊണ്ടിരിക്കുക. തിന്നൽ മാത്രമല്ല, ആസ്വദിക്കലും അനുഭവിക്കലും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. വയസ്സുദൂനനുസരിച്ച് ദൈവമാർഗത്തിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കുകയും. നിങ്ങൾ ഇത് വളരെ കൃത്യമായി ഓരോ ആയത്തിൻ്റെയും ഓരോ അക്ഷരം, ഓരോ വാക്കും എടുത്ത് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ധാരാളം ചെറുപ്പക്കാരെ നമുക്ക് കാണാം, ഒരുപാട് സ്ഥാപനങ്ങളെ നമുക്ക് കാണാം, ഒരുപാട് ഗവേഷണ കഴിവുകളുള്ള ആളുകളെ കാണാം, സാങ്കേതികമായ അറിവും വിജ്ഞാനമൊക്കെയുള്ള ആൾക്കാരെ കാണാം ഈ മതസംഘടനയിൽ. പക്ഷെ ഇവരുടെയൊക്കെ കഴിവുകളെ, ഇവരുടെയൊക്കെ സമ്പത്തിനെ, സ്ഥാപനങ്ങളെ ഒക്കെ പൗരോഹിത്യം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്?
പൗരോഹിത്യം അതിനെ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു 25 സെന്റിമീറ്റർ നീളമുള്ള രോമം മുഖത്ത് വളർത്തിയാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന ആള് അയാളുടെ എല്ലാ കഴിവുകളും എല്ലാ ബുദ്ധിയും വിവേകവും തൻ്റെടവും ഒക്കെ ഈ മനുഷ്യന് പണയപ്പെടുത്തിക്കൊണ്ടത് വിശ്വസിക്കുകയാണ്. അപ്പോൾ വളരെ ക്രിയാത്മകമായി ചിന്തിക്കാൻ കഴിയുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളെ, അതേപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ, പ്രവർത്തനശേഷിയുള്ള സ്ഥാപനങ്ങളെ, സമ്പത്തിനെ, മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്ന സമ്പത്തിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, അങ്ങനെ നിയന്ത്രിച്ച് അതിനെ ഇവർക്ക് ഭക്ഷിക്കാനുള്ളതായി, ഇവർക്ക് ഉപയോഗിക്കാനുള്ളതായി, ഇവർക്ക് ആഡംബരത്തിനുള്ളതായി ചെലവഴിക്കാനുള്ളതാണ്. ഓരോരുത്തരെയും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദൈവമാർഗത്തിലേക്ക് ആളെ വിളിക്കുന്നതിനെ കുറിച്ച് റബ്ബ് പറയുന്നത് ലാ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅതും എന്ന് അവർ പറയുന്നതാണ്. ഞങ്ങൾക്കൊന്നും വേണ്ട, പരമാവധി നമുക്ക് എന്താ വേണ്ടത്? ഇല്ലൽ ഇസ്ലാഹാണ് വേണ്ടത്. പരിഷ്കരണമോ സംസ്കരണമോ പുരോഗതിയോ എന്തൊക്കെയാണോ അതാണ് വേണ്ടത്. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഇവിടെ അങ്ങനെയാണോ പറയുന്നത്? ഇവിടെയുള്ള പുരോഹിതന്മാര് ഓരോരുത്തരെയും പൂർണ്ണമായും സ്വീകരിക്കുകയാണ്. ഈ ത്വരീഖത്ത് പോലെയുള്ള അതിതീവ്രമായ മത ഗ്രൂപ്പുകളിൽ അംഗത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം അവനവൻ്റെ സമ്പത്ത് മുഴുവൻ അയാൾക്ക് എഴുതി കൊടുക്കണം. നിങ്ങൾക്കറിയാം, ആലുവയിലൊക്കെയുള്ള ഒരു ത്വരീഖത്ത് അങ്ങനെ സമ്പത്ത് മുഴുവൻ അയാളുടെ പേര് എഴുതി കൊടുക്കും. എന്ന് വെച്ചാൽ പൂർണ്ണമായും സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചെങ്കിൽ ഈ ഗുരു വേണ്ടത്ര ഉപദേശങ്ങൾ കൊടുക്കുള്ളൂ. അപ്പൊ അയാൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ വിശ്വാസമല്ലേ? അവിശ്വാസം. എന്നാൽ വിശ്വാസത്തിന്റെ അങ്ങേയറ്റമായിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത് എനിക്ക് എഴുതി തരണം. അങ്ങനെ എഴുതി കൊടുത്ത് അതിലംഗമായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ അവർക്ക് തിരിച്ചുപോക്കില്ല, ഭൗതികമായും ഇല്ല, ആത്മീയമായിട്ടും ഇല്ല. ഇത്തരത്തില് മനുഷ്യരെ പുരോഹിതന്മാര് കുടുക്കി ഞെരുക്കി വെച്ചിട്ട് അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ അവർ ഭക്ഷിക്കണം. ഇവരാവട്ടെ വില കൂടിയ വീടുകളിൽ താമസിക്കുകയും സഞ്ചരിക്കുന്നത് പോലും വളരെ വില കൂടിയ വാഹനങ്ങളിലാവുകയും എന്നിട്ട് അവര് നിന്ന് പ്രസംഗിക്കും. റസൂലുള്ളാഹി ചെയ്തിരുന്നത് ഈന്തപ്പനയോളിൽ കിടന്നിട്ട് പുറത്ത് അടയാളുണ്ടായിരുന്നു. ഒരു ഈത്തപ്പഴം കഴിച്ചിട്ടാണ് നോമ്പെടുത്തിരുന്നത്. ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ദിവസങ്ങളോളം കുടുംബം പട്ടിണി കിടന്നിരുന്നു. ഇതൊക്കെ അവർ പറയും. ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട്, അങ്ങനെ നിലനിൽക്കുന്നത് അവർക്ക് ഗുണകരമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അതെല്ലാം അവരുടെ വിധിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ അതിൽ തന്നെ നിർത്തുകയും, അവസരം കിട്ടുന്ന ഒന്നാമത്തെ അവസരത്തിൽ ഏറ്റവും നല്ലതിനെ, പണ്ടറിയാലോ ഏറ്റവും ഈ റാത്തീബും മറ്റൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും നല്ല കോഴിയുടെ കുറവ് കിട്ടൽ മുസ്ലിംക്കാണ്. അത് അന്ന് കോഴിക്കോറായിരുന്നു ഫാഷനെങ്കിൽ ഇന്ന് വീടുകളോ വണ്ടികളോ ഒക്കെ ആയിരുന്നെങ്കിൽ, അധികാരമാണെങ്കിൽ അതൊക്കെ അവർക്ക് സ്വന്തമാവുകയും അതോടൊപ്പം ഇതിന്റെ കീഴിൽ നിൽക്കുന്ന മനുഷ്യരോട് ഇതൊക്കെ നിങ്ങളുടെ വിധിയാണ് എന്ന് അവരോട് പറയുകയും ചെയ്യാം. അത് ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്ന് ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒക്കെ അള്ളാഹിന്റെ അടുത്ത് കിട്ടുന്നതാണ്, നിങ്ങൾ അതങ്ങനെ കഴിച്ച് ജീവിക്കാൻ മതി. ഇങ്ങനെ പറയുന്ന, ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന അവര് എനിക്ക് വരുന്നതൊക്കെ തന്നെ അങ്ങനെ ഞാൻ എൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ഈ മുസ്ലിയാർക്കാണെങ്കിലോ നമ്മൾ 3 നേരം ചെലവ് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ പാത പിന്തുടരണമെന്ന് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് പൗരോഹിത്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇപ്പൊ ലോകത്തിൽ നോക്കി അറിയാം, യൂറോപ്പിലും ഒക്കെ, അമേരിക്കയിലും പറയണ്ട, യൂറോപ്പിലൊക്കെ തന്നെ എന്തുകൊണ്ട് മനുഷ്യർ ഭൗതികമായി നല്ല വെൽഫെയർ സ്റ്റേറ്റുകളായി എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ ഈ പൗരോഹിത്യത്തെ എടുത്ത് ഒരു കോർണറിൽ കൊണ്ടുവരും. അവർക്ക് ചില അധികാരങ്ങളും അവകാശങ്ങളും നൽകി. ഈ മനുഷ്യരുടെ പൊതുജീവിതത്തിൽ ഇടപെടാനുള്ള അവരുടെ അവസരം നിഷിദ്ധമാണ്. ശാസ്ത്രരംഗത്താവട്ടെ, സാഹിത്യ രംഗത്താവട്ടെ, സാംസ്കാരിക രംഗത്താവട്ടെ, വിദ്യാഭ്യാസ രംഗത്താവട്ടെ, അത് ആ ജനങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും, മതരംഗം എന്ന് പറയുന്നത് കുറച്ച് ബിഷപ്പുമാരെയും കുറച്ച് അച്ഛന്മാരെയും അവരുടെ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് പണം കൊടുത്തിട്ട്, നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടിടുന്നത് പോലെയാണ് യൂറോപ്പിൽ നിന്ന് മതത്തെ കൊണ്ടിട്ടുന്നത്. അതുകൊണ്ടാണ് അവർ പുരോഗമിക്കുന്നത്. വേസ്റ്റ് കൊണ്ടിടുന്നത് പോലെ അവർക്ക് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രാന്തൻ ജയിലിൽ പ്രാന്തന്മാരെ ഇടുന്നത് പോലെ കുറച്ച് ബസിലിക്കകളും കുറച്ച് ചർച്ചുകളും ഒക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടിട്ടിട്ട് അവർ കുറേ അന്തക്കരുകൾ പറയും. മാർപ്പാപ്പയുടെ പ്രധാന പണി എന്താണ്? പണ്ട് അവർ ചെയ്തിരുന്ന വൃത്തികേടുകളെ സ്വവർഗരതിയെയും മറ്റു ചെയ്തതിനൊക്കെ പറ്റി മാപ്പ് പറയുക എന്നുള്ളതാണ്. എല്ലായിടത്തും പോയി മാപ്പ് പറഞ്ഞു. അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട്
രസകരമായ ഒരു കാര്യം, ഇപ്പൊ റിട്ടയർ ആയ മാർപ്പാപ്പയുടെ അനുജനോ ജ്യേഷ്ഠനോ മറ്റോ ഇയാളുടെ പേരിൽ തന്നെ ആയുധ കമ്പനികൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആയുധ കമ്പനികൾ നടത്തുന്ന മാർപ്പാപ്പന്മാര്, സമാധാനം അങ്ങേയറ്റത്ത് പറയുന്ന മാർപ്പാപ്പന്മാര് ഇങ്ങേയറ്റത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവരെ ഈ തിരിച്ചറിയുകയും സമൂഹത്തിന്റെ പൊതുജീവിതത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും മതജീവിതം എന്ന് പറയുന്ന ഒരു കൾട്ടുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞായറാഴ്ചകളിലൊന്നും യൂറോപ്പില് UK-ലൊക്കെ 4% ആളുകളാണ് പള്ളിയിൽ വരുന്നത്. ആ വരുന്നത് തന്നെ കല്യാണാലോചനക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉറപ്പിക്കുന്നൊക്കെ. അപ്പൊ ഇങ്ങനെ മതം എന്ന് പറയുന്ന ഈ ആശയത്തെ പൗരോഹിത്യം എന്ന് പറയുന്ന ആശയത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും മനുഷ്യർ അവരവരുടെ കഴിവുകളിൽ, മനുഷ്യന്റെ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുകയും പ്രവർത്തനമായി അതിനെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അപ്പൊ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടമാണ് മനുഷ്യ കഴിവിൽ വിശ്വസിക്കുകയും മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടം മനുഷ്യർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോഴാണ് പുരോഗതി എന്ന് പറഞ്ഞ സാധനം. ഇന്ന് നമ്മുടെ നാട്ടില് ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? ഇവിടെ എല്ലാ മതക്കാരും ചേർന്ന് മതം കുഴപ്പമില്ല, മതത്തിൽ തുടരുത് എന്നൊക്കെ പറഞ്ഞ് മതത്തെ എങ്ങനെ കെട്ടിപ്പൊക്കുന്നു. ഇന്ന് ഓരോ അംശവും നമ്മുടെ KSRTC-യിൽ ബോർഡ് വെച്ചിട്ടുള്ള അമ്മയുടെ ബോർഡാണ്. അമ്മ ഈ വീടിന്റെ ഐശ്വര്യം, അമ്മ ഈ വണ്ടിയുടെ ഐശ്വര്യം. ഏത് സമൂഹമാണ് ചെയ്യുന്നത്? ശാസ്ത്രീയമായി വിദ്യാഭ്യാസപരമായൊക്കെ വളരെ പുരോഗമിച്ചൊരു സമൂഹം ചെയ്യാണ് ഈ വീടിന്റെ ഐശ്വര്യം മാതാ അമൃതാനന്ദമയി, അല്ലെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യം സായിബാബ. ഇത് വെക്കുന്നത് മതം എന്ന ഒരൊറ്റ കൂട്ടുപിടുത്തം കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. കാരണം മതങ്ങളൊക്കെ തരാക്കി എന്റെ മതം നല്ലത്, എനിക്ക് എന്റെ മതം നല്ല. അപ്പൊ എല്ലാവരും മതത്തിൻ്റെതായ ആ മതത്തിന്റെ ഒരു സ്വകാര്യതയുണ്ട്. മതം അതിന്റെ യഥാർത്ഥ്യങ്ങളെ പുറത്തു പറയുക, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ പുറത്തു പറയുക കാപട്യമാണ്. 99.9% കാപട്യമാണ്. മതം മുശ്രിക്കിനെ എന്തു ചെയ്യണമെന്ന് മതം ഉള്ളിൽ പറയും, പുറത്ത് വേറെന്ന് പറയും. കാഫിർ നജസാണ് എന്ന് ഉള്ളിൽ പറയും, അത് ഇങ്ങനെ നജസല്ല എന്ന് അപ്പുറം പറയും. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ ഉള്ളിൽ കയറിക്കൊണ്ട് നടക്കുന്ന ഒരു സമൂഹം. ഇവരെങ്ങനെയാണ് ഇത് വളർത്തിക്കൊണ്ടുവരുന്നത്? പൗരോഹിത്യം എങ്ങനെയാണ് മനുഷ്യരെ ഭിന്നിപ്പിച്ചു നിർത്തുന്നത്? വളരെ ശാസ്ത്രീയമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതസംഘങ്ങൾ, മതസംഘടനകൾ, മതവിഭാഗങ്ങൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും അധികം എതിർക്കപ്പെടേണ്ടുന്ന ഒരു സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് മത സ്ഥാപനങ്ങളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ സമ്മതിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി സംഭവിക്കുന്നത് ഇവന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും പൊതുസമൂഹവുമായി ഒരു ഇന്ററാക്ഷൻ ഇല്ല. കുട്ടിയുടെ കാര്യത്തിൽ 8 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവൻ കാണുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഈ മതസംഘടനയിൽപ്പെട്ട ആളുകൾ കൊണ്ട് ചേർക്കുന്ന കുറേ ആട്ടിൻകുട്ടികളെയാണ്. ഇവർ പറയുന്ന അന്ധവിശ്വാസങ്ങളെ അതേപോലെ സ്വീകരിക്കുന്ന ആൾക്കാർ. 2 ദിവസം മുമ്പ് ഒരു തിർമലിയുടെ ഒരു ഹദീസ് ഒരാൾ പറഞ്ഞു. അസുഹാസിത്തയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണല്ലോ തിർമലി. അതിൽ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്, നമ്മുടെ ഹജറുൽ അസ്വദിനെ കുറിച്ചാണ്. ഹജറുൽ അസ്വദ് സ്വർഗത്തു നിന്ന് വന്ന കല്ലാണ്, സംശയമില്ല. അത് എങ്ങനെ വന്നു ആര് കൊണ്ടുവന്നില്ല, സ്വർഗത്തു നിന്ന് വന്ന കല്ലാണ്. ഈ കല്ല് ആദ്യം പാലിനേക്കാൾ വെളുത്തതായിരുന്നു, അതിലും ആർക്കും ഒരു സംശയമില്ല, പാലിനേക്കാൾ വെളുത്തതായിരുന്നു. പിന്നെ അത് കറക്കാൻ കാരണം എന്താണ്? മനുഷ്യരുടെ പാപം വലിച്ചെടുത്തിട്ട് കറുത്തു പോയത്, മനുഷ്യരുടെ പാപം വലിച്ചെടുത്തു. അപ്പോൾ വളരെ കൃത്യമായി സ്വർഗത്തു നിന്ന് വന്ന കല്ല്, പേര് ഹജറുൽ അസ്വദ്, സാധനം വെള്ള. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് പേടുമ്പോഴെങ്കിലും നോക്കട്ടെ, ഹജറുൽ അബിയം എന്ന് വേണ്ട, പിന്നെ കറുത്തതല്ലേ പാപം വലിച്ചെടുത്തിട്ട്. അപ്പൊ അന്ന് പേരെങ്കിലും അത് വേണ്ടിയിരുന്നു, അതിട്ടിട്ടില്ല, ഹജറുൽ അസ്വദ്. എന്നിട്ട് ഈ സാധനം ആകാശത്ത് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ സ്വർഗ്ഗം എവിടെ നിന്നറിയില്ല, ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വന്നു. അത് വെളുത്തതായിരുന്നു, മനുഷ്യരുടെ പാപം വലിച്ചെടുത്തിട്ട് കറുത്തു പോയതാണ്. എന്തൊരു അന്ധക്കടാണ് പറയുന്നത്. ഒന്നാമത് പാപം എന്ന് പറയുന്നത് കറുത്തതാണ് എന്ന സങ്കല്പം, അതിവിടെ ലോകത്ത് മൊത്തമുള്ള കറുത്തത് മോശം, വെളുപ്പ് നല്ലതുണ്ട് പാപം എന്ന്. പിന്നെ ഒരു കല്ല് പാപം ഇങ്ങനെ വലിച്ചെടുക്കും. മാത്രമല്ല വലിച്ചെടുത്താൽ പോരാവുന്ന ഒരു സാധനമാണ് പാപം. ഇങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് യാതൊരു തരത്തിലും യോജിക്കാത്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയണം. അപ്പോൾ അവിടെ ഇത് സ്ഥാപിച്ചിട്ടുള്ള കാലങ്ങളായി മനുഷ്യർ മുത്തുമ്പോൾ ആരെ പാപം വലിക്കുന്നത്? പാപിയുടെ പാപമല്ല, ഇവിടെ വന്നിട്ട് പാപം പോയി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പാപം ആര് വലിച്ചെടുക്കുന്നു? കല്ല് വലിച്ചെടുത്ത് പാപം കല്ല് കറുത്തു. ഇത് പറയാൻ ധൈര്യം കാണിക്കുന്ന, അത്രമാത്രം ബുദ്ധി കുറവ് കാണിക്കുന്ന ആളുകൾ പറഞ്ഞ 101 കാര്യം വേറെ എങ്ങനെ വിശ്വസിക്കും? ഇത് പറയാൻ ഉള്ള അന്ധക്കേടുള്ള മനുഷ്യന്മാര് ഇനി എന്ത് നല്ലത് പറഞ്ഞാലും എങ്ങനെ സ്വീകരിക്കാം? അപ്പൊ ഇത് ചെറുപ്പക്കാരൻ കുട്ടി ഒരു ഘട്ടത്തിൽ അവന്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുകയാണ്, ഇത് ശരിയാവും കേട്ടോ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അല്ലാതെ
അല്ലാതെ നടക്കൂല. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഈ പറഞ്ഞ ഹദീസാണ്. 7-8 ബിംബങ്ങൾ ഇന്നും മക്കത്തുണ്ട്. 7-8 ബിംബങ്ങൾ മിനിമം ഉണ്ട്. 3 മറ്റേ കല്ലുകളുണ്ട്, ജംറകൾ. ജംറയിൽ പോയിട്ട് ശൈത്താനെ എറിയ. ഇതൊന്നും ഈ പറയുന്ന എല്ലാ മുസ്ലിം സംഘടനകളും ഇത് ഇവിടെ എത്തുമ്പോൾ അവിടെ നിൽക്കുകയാണ്. അതന്നെ ഹദീസിന്റെ ഒരു എന്താ ചെയ്യാ? ഈ 3 കല്ലിന് ഇവർ എന്തിനാണ് മക്കളെ എറിയുന്നത്? ഇവർ കൊണ്ടുപോയിട്ട് ഏറിയാണ് 3 കല്ലിന്. 7 കല്ല് അവിടുന്ന് പെറുക്കി കൊടുക്കുന്നുണ്ട്. അത് ചെറിയ കല്ല് മതി. അപ്പൊ അതെന്താണ്? അത് സൂചനാത്മകമാണ്, സൂചിപ്പിക്കുകയാണ് നമ്മുടെ അങ്ങനെ പാപങ്ങൾ ഇങ്ങനെ എറിഞ്ഞു കളയാം. ആർക്ക്? പിന്നെ ശൈത്താൻ എറിയാണ്, നമ്മൾ ശൈത്താനെതിരാണ് എന്ന്. ഈ സൂചനാത്മകമായ സംഗതികൾ വല്ല മറ്റേ വൈരങ്കോടോ പിന്നെ ചന്ദ്രക്കാവോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ശിർക്ക് എന്ന് പറയും. ഭയങ്കര ശിർക്കാണ്. അപ്പൊ ഇതൊന്നും യാതൊരു തരത്തിലും 7 എന്ന് പറഞ്ഞാൽ 3 അതായി. പിന്നെ ഈ പറഞ്ഞ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ട്. പിന്നെ ഹിജർ ഇസ്മായിൽ അവിടെ ഉണ്ട്. മഖാം ഇബ്രാഹിം ഉണ്ട്. ഫീഹി മഖാം ഇബ്രാഹിം. അത് ഇബ്രാഹിമിന്റെ പൊസിഷൻ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം എടുക്കുന്ന നിലപാടാണ്, ഇബ്രാഹിമിന്റെ സ്റ്റാൻഡാണ്. അപ്പൊ ഇബ്രാഹിമിന്റെ ഒരു കാലം വെച്ച് അയി വനസ്വർണത്തിന്റെ ഒരു പെട്ടിയെ കെട്ടിയിട്ട് അങ്ങനെ ഒരു ബിംബമുണ്ട്. അപ്പൊ 7ഓളം ബിംബങ്ങൾ. പിന്നെ വെള്ളം ശുദ്ധമാണ്, എല്ലാവർക്കും വെള്ളം ശുദ്ധമാണ്. അപ്പൊ അവിടെ കിണർ, അതും വളരെ വിശുദ്ധമാണ്. പിന്നെ കഅബ ഇത്തൽ ഒരു വലിയ ഒരു ബിംബമാണ്. അങ്ങനെ അനേകം ബിംബങ്ങളുള്ള ആ ബിംബങ്ങളൊക്കെ ചുറ്റിയും എറിഞ്ഞും പിന്നെ കുടിച്ചും നക്കിയും മുത്തിയും ഒക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ആളുകളാണ് മറ്റുള്ളവരോട് പറയുന്നത് ഏകദൈവ വിശ്വാസത്തെ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇതിനെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അറക്കണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ അറക്കണം. അതിന് പറയുന്ന കാരണം എന്താണ്? വളരെ രസകരമായ കാരണമാണ്. ഇബ്രാഹിമിനോട് ഇസ്മായിലിനെ അറക്കാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ഇസ്മായിലിനെ അറക്കണം. അവനവൻ്റെ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇവരെ വലിയ കഥകളൊക്കെ ഉണ്ടാവും. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നതാണ്. അതിനെ അറുത്ത് കളയണം അള്ളാഹുവിന് വേണ്ടി. അതിനാണ് 200-250 ദിർഹം കൊടുത്തിട്ട്, റിയാൽ കൊടുത്തിട്ട് ഒരു പോത്തിന് നടക്കും, വലിയ പശുനാണ്. എന്നിട്ട് വലിയ ത്യാഗമാണ് എന്ന് പറയുകയും ചെയ്യാം. ഏതൊക്കെ ഖുർആൻ ആയത്തുകളെ ഫലമ്മ ബലാ മഅഹു സയ്യ ഖാല യാ ബുനയ്യ അന്നി അറാ ഫിൽ മനാം ഇന്നി അദ്ബഹുക. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാൻ ഇബ്രാഹിമിന്റെ ഇസ്മായിലിന്റെ കഥ പറഞ്ഞപ്പോൾ ഫലമ്മ ബലാ മഅഹു സയ്യ, അവന്റെ കൂടെ നടക്കാൻ പ്രായമായപ്പോൾ. അത് വാപ്പാന്റെ കൂടെ നടക്കാൻ മകൻ പ്രായം. കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് നടക്കലാണെന്നുള്ളതല്ല അപ്പോൾ അവർ പറഞ്ഞത്. ഒരു ആദർശത്തിന്റെ കൂടെ നടക്കുന്നതിനെ കുറിച്ചാണ് ഈ ബലഹ എന്ന് പറയുന്നത്. ബാല്യാവുന്നത് അങ്ങനെയാണ്. സൈ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കലാണ്. അങ്ങനെ പ്രായമായപ്പോൾ ഇബ്രാഹിം പറയാണ് അന്നി അറാ ഫിൽ മനാം ഇന്നി അദ്ബഹുക. ഐ ഹാഡ് എ ഡ്രീം. ഇംഗ്ലീഷ് പറഞ്ഞ നല്ല സുഖമുണ്ട്. എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം? നിന്നെയും കൂടി സമർപ്പിക്കണം എന്നൊരു സ്വപ്നം. എവിടെ ഇതാർക്കുന്നത്? നിന്നെയും കൂടി സാക്രിഫൈസ് ചെയ്യണം എന്നൊരു സ്വപ്നമുണ്ട്. എന്താ അതിന്റെ അഭിപ്രായം? പന്തൂർ മാതാത്തറ, നീ പറ എന്താ അഭിപ്രായം? ഇത് ചോദിക്കുമ്പോൾ പിന്നെ ഇസ്മായിൽ പറഞ്ഞ എന്താണ്? പിന്നെ എന്റെ പിതാവേ എന്നും പാപ്പാന്നോട് അർത്ഥമില്ല. ഒരു തന്റെ ഉയർന്ന ഒരാൾ, തന്റെ മൂത്ത ഒരാൾ അത് പറയാണ് യാ അബതി അൽ മാതു ഉമർ, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് നീ ചെയ്യുക. ഞാൻ നിന്റെ കൂടെ ഉറച്ചു നിൽക്കും. നിന്റെ കൂടെ ഉറച്ചു. ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും കീഴടങ്ങിയപ്പോൾ ഇതാ പറഞ്ഞോളൂ. പിന്നെ അവർക്ക് ഒരു ദിബഹിൻ അവയും ചെയ്യാൻ പറ്റിയെന്ന്. അവർ രണ്ടുപേരും കീഴടങ്ങിയപ്പോൾ ദിബഹിൻ അവി കുറച്ചും കൂടി വലിയൊരു സാക്രിഫൈസ് ചെയ്യാൻ പറ്റി. അതിനവർ പറഞ്ഞത് കുറച്ചും കൂടി വലിയ സാക്രിഫൈസ് എന്നാൽ ഒരാൾ, ഇസ്മായിലിനെക്കാളും വലിയ സാക്രിഫൈസ് ഒരാൾ. ഈ സൗരാഷ്ട്ര കഥ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ കുന്തി മറ്റേ കർണന്റെ കഥ ഉണ്ടല്ലോ, ആ കഥ കോപ്പി അടിച്ചിട്ട് മൂസക്ക് ഇഷ്ടായി വെള്ളത്തിലൊഴുക്കി എന്നിട്ട് അവിടെ വെച്ച് അതേമാതിരി സൗരാഷ്ട്രയുടെ കഥ എടുത്തിട്ട് നേരെ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇസ്മായിലിനെ അറക്കാൻ പോയപ്പോൾ ദിബഹിൻ അവയും കിട്ടി. വലിയ മഹത്തായ ഒരു സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടാണ്. ആ ആടിനപ്പോൾ ആടല് പോത്താലും മതി, പോത്താലും മതി, അല്ലെങ്കിൽ പശുവാലും മതി. ഇങ്ങനെ ഇത്തരത്തിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടാനുകോടി ജന്തുക്കൾ വെറുതെ അർത്ഥ കളയും. ഇത് ഭക്ഷണത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു ചിത്ര ആൾക്കാർ അർത്താൽ അത് സംസ്കരിച്ച് അങ്ങോട്ട് എത്തിക്കുന്ന പൈസയും അവിടെ കിട്ടുന്ന പൈസയും കൂടി നഷ്ടമാണ്. അതുകൊണ്ട് അത് ചെയ്യില്ല. കുറേ വിളിച്ചു എന്നിട്ട് നമ്മളൊക്കെ ഇവിടെ 7 ആൾ കൂടി 5 ആൾ കൂടിയിട്ട് പോത്തിന് പശുവിനെ കറുത്തിട്ടാണ് ഭയങ്കര നല്ല ലാഭമുള്ള ബിസിനസ്. 70,000-50,000 രൂപയൊക്കെ പോത്ത് കറുത്ത്. അപ്പൊ ഇങ്ങനെ മനുഷ്യരെ ആചാരങ്ങളിൽ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അവൻ ആചാരപരതയിൽ നിന്ന് വിട്ടുകൊണ്ട് ബുദ്ധിയിലേക്ക് പോകരുത് എന്നതുകൊണ്ടാണ് ഓരോ നിമിഷത്തിനുള്ള പ്രാർത്ഥന പഠിക്കുന്നത്. ഓരോ നിമിഷത്തിനും അങ്ങോട്ട് കയറുന്നത്, ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവൻ ഇതല്ലേ അവൻ ചിന്ത. വേറൊരു സാധനം അവന്റെ തലയിൽ കയറൂല.
വേറൊരു ചിന്തയാവില്ല. ഏത് സമയത്തും ഇത് തന്നെയാണ്. അങ്ങോട്ടായോ ഇങ്ങോട്ടായോ, എന്നിട്ട് പിന്നെ കൺഫ്യൂഷൻ ആക്കാം. മൊത്തം കൺഫ്യൂഷനായി. ഇപ്പൊ മുജാഹിദ് ഇപ്പൊ അടുത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ എന്താണ് ഒരു ഡോക്ടർ സുബൈർ, അയാള് ഈ മേശയുടെ വലിപ്പ് തുറന്ന് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ജിന്ന് വരിക്കുണ്ടാവും. അപകടകരമായ സംഗതി. എൻ്റെ സുഹൃത്തിന്റെ മകള് ബാത്റൂമിൽ കയറുമ്പോൾ ഡോർ തുറന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ തല്ലുണ്ട്. വെറുതെ അങ്ങനെ ആക്കാം. അപ്പൊ കുട്ടിയുടെ എന്റെ അവരുടെ ഉണ്ടാവുന്നില്ല പറഞ്ഞു, ഞാനവിടെ പുറത്ത് പറഞ്ഞേക്കാം. ഈ ജാതി അന്ധവിശ്വാസങ്ങൾ ഈ നൂറ്റാണ്ടിൽ പഠിപ്പിക്കാൻ ധൈര്യമുള്ള അവരെന്താ വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്യാണ് മനുഷ്യരെ. ഞാൻ ഈ പൊട്ടത്തരം പറഞ്ഞാൽ കേൾക്കും, നല്ല കേട്ടു, അപ്പൊ അതിനപ്പുറത്തെ പൊട്ടത്തരം പറയും, അതിനപ്പുറത്തെ പറയും. കാരണം ഇങ്ങനെ മനുഷ്യരുടെ ബുദ്ധിയെ നിയന്ത്രിക്കുകയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സമയത്തെ നിയന്ത്രിക്കുകയും കഴിവിനെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടാണ് പൗരോഹിത്യം ഈ നൂലെടുക്കുന്നത്. നമ്മുടെ ഇയാൾ AP അബൂബക്കർ ഞാൻ പറഞ്ഞത്, ആദ്യം ഒരു മുടി കൊണ്ടുവന്നു. ഇങ്ങനെയാണ് മുടി എന്നൊക്കെ പറഞ്ഞത്. ആ മുടി എന്താ വലിയ കുഴപ്പമെന്നൊക്കെ തെളിയിക്കപ്പെട്ടു. എന്നാലും മൂപ്പര് അതിൽ ഉറച്ചു നിൽക്കാൻ, മൂപ്പരെ കൂടെ ആൾക്കാർ ഉറച്ചു നിൽക്കാൻ. 70 സെന്റിമീറ്റർ നീളമുള്ള മുടി കൊടുത്തിട്ട്, ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്, ഇതിട്ട വെള്ളം കുടിച്ചാൽ പിന്നെ പുണ്യം കിട്ടും, അങ്ങനെ പുണ്യം കിട്ടിയിട്ട് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു, അപ്പൊ പലരും ഇങ്ങനെ ഇടക്കിടക്കിങ്ങനെ പറഞ്ഞപ്പോ തന്നെ മറ്റേതാണ് കൊടുത്തു, ഹദീസുകൾ കൊടുത്തു പറയാൻ മുണ്ടരുത്, മുജാഹിദ് മുണ്ടില്ല, ജമാഅത്ത് മുണ്ടില്ല. കാരണം ഉണ്ടാൻ പറ്റില്ല. ഇത് ഇട്ട് പിടിച്ചാൽ എന്താണ് പിന്നെ നിങ്ങളുടെ പിന്നെ സഹാബാക്കൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ അത് മുറിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രശ്നമില്ല. മാത്രമല്ല വേർപ്പ് വരെ തോണ്ടിയിട്ട് കുപ്പിയിലാക്കിയിട്ട് വെച്ചിരുന്നു മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ വേർപ്പ് ചെല്ലോ എന്നുള്ള സമാധാനത്തിൽ തൽക്കാലം മുടിയേറ്റ് പോകും. ആ മുടിയേറ്റ് മുമ്പിൽ പോയി പോരാ, മുടി 100 റുപ്യക്കാൾ കുപ്പി വെച്ചിരുന്ന പറയുന്നത്. അത് കഴിഞ്ഞ ഒരു പൊടി ഉള്ളത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളില് വന്നു പെട്ടിരുന്ന ചെറിയ ചെറിയ പൊടി ഉണ്ടായിരുന്നു. അത് അതിന്റെ മഹാന്മാരായ അഹ്ലുകാർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ അത് തേണ്ടി എടുത്തിട്ട് കൊണ്ടുവന്ന് കുപ്പിയിലാക്കി കൊടുത്തിരുന്നു. അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും, യൂട്യൂബിലെ കേട്ടിട്ടുണ്ടാവും. മുപ്പര് പറയാണ്, ആ പൊടി ഇന്നിപ്പോ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന വെള്ളം ഭയങ്കര വെള്ളമാണ്. അത് ആദ്യം നമ്മൾ മുടിയിട്ട്, പിന്നെ അതിൽ ഈ പൊടിയിട്ടിട്ട് നമ്മൾ അതിൽ സംസം വെള്ളം നൽകി മിക്സ് ആക്കിയിട്ട് വലിയ ചെമ്പിൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം. പൊരുത്തമുള്ളവർ ഒരു 1000 രൂപ അവിടെ കൊടുക്കണം. അപ്പൊ 1000 രൂപയ്ക്ക് ഒരു കുപ്പി വെള്ളമായി. 100 എന്നുള്ളത് കൂടി, കാരണം മുടിയുടെ കൂടെ പൊടിയുണ്ട്. ഈ കഴിഞ്ഞ മാസം അയാൾ വേറെ സാധനങ്ങളുണ്ട്, അത് പൊടി. നിങ്ങൾ കണ്ടുണ്ടാവും കൊടി എന്താണ്? മുടിയും കഴിഞ്ഞ് പൊടിയും കഴിഞ്ഞ് ഇപ്പൊ കൊടിയാണ്. കൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 350 കൊല്ലം മുമ്പ് പിന്നെ മദീനത്തെ ഖബറിന്റെ മുകളിൽ ഇട്ടിരുന്ന ഒരു കില്ല. എന്നിട്ട് അത് കൊടിയുമായിട്ട് ഉപയോഗിച്ചു. പണ്ട് മുമ്പ് പറയാൻ ഉദ്ദേശം വെച്ചാൽ സൗദി ഭരണം വരുന്നതിന് മുമ്പ് അവിടെ മറ്റേ ഇതുണ്ടായിരുന്നതാണ്, ഈ ജാറ മോഡൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതിലിട്ട് സാധനം ഒരാൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ആ പ്രസംഗത്തിന്റെ അവസാനം ഒരു വാക്കിൽ അയാളെ അതിന്റെ ബിസിനസ് പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് അതിന്റെ മഹത്വം പറഞ്ഞ് നമ്മളത് വിശ്വാസമാണ് വെച്ചോണെങ്കിൽ അവസാനം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കൈവശമുള്ള ആളോട് $5 മില്യൺ വില പറഞ്ഞിട്ട് ആൾ കൊടുത്തിട്ടില്ല. എന്നുവെച്ചാൽ 5-ന് 5.5 കൊടുത്താൽ നമുക്ക് കിട്ടും, നമുക്ക് കൈ ഉണ്ടാക്കണം. അപ്പോൾ അത് ഓരോ ടെസ്റ്റും വിജയിച്ചു. മുടി വിജയിച്ചു, പൊടി വിജയിച്ചു, അടുത്ത കൊടിയും വിജയിക്കാൻ പോകും. അതിന് പൈസ ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല, കാക്കമാരെ സംഭവം. അപ്പൊ ഇങ്ങനെ മനുഷ്യരുടെ സമ്പത്തും കഴിവും വിവേകവും ബുദ്ധിയും ഒക്കെ തന്നെ പണയപ്പെടുത്താൻ വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും പുതിയ ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ ബിംബങ്ങളിലേക്ക് മനുഷ്യരുടെ എല്ലാ കഴിവും ആർജിക്കുകയും എന്നിട്ട് അവരതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ആവാഹിക്കാന്ന് പറയുന്നത്. എല്ലാത്തിനും 4 മാസം ആവാഹിച്ചിട്ട് മൂപ്പരത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇവരെന്ത് ചെയ്താലും കുഴപ്പമില്ല. പറയുന്നത് വൃത്തിയിടാൻ തോന്നുന്നത് ഈ പേരോടിന്റെ പിന്നെ ഒരു ഇത് കണ്ടിരുന്നു. മൂപ്പരുടെ കോലത്തിൽ ജിന്ന് പെണ്ണുങ്ങളെടുത്ത് പോകേണ്ടത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കൂടെ എന്താ കാര്യം. എന്നിട്ട് അയാൾ ഓപ്പണായി പറയണം. അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മൂപ്പരുടെ കോലത്തിലും തൈക്കൻ്റെ ഉസ്താദിന്റെ കോലത്തിലൊക്കെ ചെത്തിയാടൊരു സ്ഥലത്ത് പിന്നെ പെണ്ണുങ്ങളെടുത്ത് പോയിരുന്നത്രേ. അപ്പൊ നമ്മളത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ജിന്നാണ്. ഇത് പറയാൻ ധൈര്യം നൽകുന്നത് എന്താണ്? ജിന്ന് ഇതേപോലെ അവിടെ കിടക്കും ഇവിടെ കിടക്കും മൂത്ത വെച്ചാൽ പ്രശ്നമാകും എന്ന് മുജാഹിദ് പറയുന്നുണ്ട്. ഓർക്കൊന്നും പറയാൻ പറ്റില്ലപ്പോ. ജിന്ന് മനുഷ്യന്റെ രൂപത്തിൽ പട്ടിയുടെ കോലത്തിൽ, മലക്ക് പട്ടിയുടെ കോലത്തിൽ വരില്ല, പന്നിയുടെ കോലത്തിൽ വരില്ല. എന്നാൽ ജിന്ന് ഏത് കോലത്തിലും വരും. എന്നിട്ട് പറയാണ് അത് ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ബാസിന്റെ എന്താ പറയാ, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യൻ ഇങ്ങനെ പരാതി പറഞ്ഞതായിട്ട് പറയാം. ഞാൻ മരിച്ചുപോയി, ഇബ്നു അബ്ബാസ് മരിച്ചുപോയതിനു ശേഷം ശിഷ്യൻ ഇങ്ങനെ നിന്നിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നാണ് ഈ പറഞ്ഞ ആളെ പേര്. മുജാഹിദ്. മൂപ്പര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ മുജാഹിദ് അല്ല, ഇവിടുത്തെ മുജാഹിദ് മഹാനായ പണ്ഡിതനാണ്. എന്നിട്ട് മൂപ്പര് പറയാണ് ഈ മുജാഹിദ് നിസ്കരിക്കാൻ നേരത്തെ ഉടൻ ഇബ്നു അബ്ബാസ് പറയുക നോക്കും. മൂപ്പർക്ക് മനസ്സിലായിട്ട് ജിന്നാണ്, മൂപ്പര് ജിന്നാണ്. അങ്ങനെ അവസാനം മൂപ്പര് കത്തി കൊടുന്ന് ഈ മുജാഹിദ് എന്ന ആൾ കത്തി എടുത്ത് വെച്ച് ഇയാൾ വരുമ്പോൾ കുത്തി, അങ്ങനെ ജിന്നിനെ കുത്തി ഒഴിവാക്കി. ഇതൊക്കെ ഒരു സമൂഹത്തിൽ പരസ്യമായി പറയാണ്. ഇതിന് വിശ്വസിക്കാൻ ആളുകളെ കിട്ടുകയാണ്. അപ്പൊ മനുഷ്യരുടെ ബുദ്ധിയാണ് ഇവർ യഥാർത്ഥത്തിൽ കീഴടക്കുന്നത്.
അത് കീഴടക്കുന്നതോടുകൂടി ബാക്കിയെല്ലാം കീഴടക്കപ്പെട്ടു. ബാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവട്ടെ എന്തൊക്കെ വേണം അതൊക്കെ കിട്ടും. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള സമരം, യഥാർത്ഥത്തിലുള്ള ജിഹാദ് നിർവഹിക്കേണ്ടുന്നത് മനുഷ്യരുടെ ബുദ്ധിയെ അടിമപ്പെടുത്തുന്ന പൗരോഹിത്യത്തിനെതിരെയാണ്. ഈ പൗരോഹിത്യമാണ് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിഞ്ഞുകൂടാ. അക്തറുമില്ലായാലമോ എന്ന് പറഞ്ഞാൽ അധിക പേർക്കും അറിഞ്ഞുകൂടാ എന്താണ്. അപ്പൊ ഇവർ പറയാണ്, ഇതാ നാളെ ഇങ്ങനെ മരിക്കും, ഇവിടെ സ്വർഗ്ഗമുണ്ട്, ഇവിടെ നരകമുണ്ട്, സ്വർഗത്തിൽ പോരണോ നരകത്തിൽ പോകണം. AP അബൂബക്കർ ഉസ്താദിന്റെ ഒരു പ്രസംഗം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞു നൽകാം. അദ്ദേഹം പറയാണ്, പള്ളിക്കെന്ന് പറയാണ്, അള്ളാഹു ഒരു നല്ല തേങ്ങ കച്ചവടക്കാരനെ പോലെയാണ്. തേങ്ങ കച്ചവടക്കാരൻ എന്താ ചെയ്യുക, നല്ല തേങ്ങ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പൈസക്കായ കണക്കാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കും. അപ്പൊ അവസാനം കുറച്ച് പേടും പൂരൊക്കെ ഉണ്ടാവും. അത് അവസാനം കാലുകൊണ്ടാണ് തട്ടിയിടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല തേങ്ങയുടെ കൂടെ കിടന്നാൽ ഇങ്ങനെ അത് വിൽക്കാം. മനസ്സിലായില്ലേ? മൂപ്പരൊക്കെ നല്ല തേങ്ങ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിടുമ്പോൾ കൂടുതൽ 4 പേര് തേങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ആ കൂടുതലേക്ക് എടുക്കും. ഇനി മനസ്സിലാവാത്തവർക്ക് മൂപ്പര് ഉദാഹരണം ഒന്നുകൂടി വ്യക്തമായി കൊടുക്കാറ്. പുതിയാപ്പള വരുമ്പോൾ, വീട്ടിലേക്ക് പുതിയാപ്പള വരുമ്പോൾ, കൂട്ടത്തിൽ പുതിയാപ്പള ഉണ്ട്, പുതിയാപ്പളിന്റെ കൂടെ ഒരു ഞെണ്ടിക്കാലുള്ള ഒരാളുണ്ട്, ഇങ്ങനെ ഞെണ്ടി വരുന്നുണ്ട്. പുതിയാപ്പളുടെ കൂടെ വന്നാൽ പിന്നെ അമ്മോസാങ് എന്ത് ചെയ്യും, കൂടെ കൂട്ടിയിരിക്കും. മൂപ്പര് ഒറ്റയ്ക്ക് വന്നാലോ 5 ഉറുപ്പിക കൊടുത്ത് പറഞ്ഞേക്കും. കേൾക്കുന്നവരും സന്തോഷമായി, അവർക്ക് മനസ്സിലായി ശരിയാണ്, പുതിയാപ്പളുടെ കൂടെ നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ വന്നോളി. ഇതാണ് സംഗതി. നമ്മൾ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടേക്കോളാം, നിങ്ങളെ കാര്യമൊക്കെ നമ്മളെ ഏറ്റെടുത്ത്. ഇതാണ് പൗരോഹിത്യത്തിന്റെ ആർത്തവായി. അവരാണ് മനുഷ്യ ജീവിതത്തിലെ സ്വതന്ത്രമായി, ബൈബിൾ അത്തീഫ് എന്നാണ് പിന്നെ ഈ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞത്, ദ ഫ്രീഡം ഓഫ് ഹൗസ്, ഹൗസ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ വീട്. ഈ സ്വാതന്ത്ര്യത്തിന്റെ വീട്ടിലേക്ക് ഓരോ നിമിഷവും അവന്റെ ബുദ്ധിയെയും കഴിവിനെയും ശേഷിയെയും ഒക്കെ പിടിച്ചു വെക്കുകയും എന്നിട്ട് അവരെ ഒന്നുമല്ലാതാക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം, ഇത് ബൈബിൾ ചെയ്താനാണ് അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയും അവരെ എന്താ പറയാ, കുറെ പറയുന്നില്ല, അഹലാലിന്റെ കാലത്താലെയും അവരുടെ മുകളിലുണ്ടാകുന്ന ചങ്ങലകളെ കെട്ടഴിക്കുക, മനുഷ്യരെ ഫ്രീ ആക്കുക, അവരുടെ ചങ്ങലകളെ കെട്ടഴിച്ചു വിടുക എന്ന പ്രവൃത്തി നടക്കണമെങ്കിൽ പൗരോഹിത്യം മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ചങ്ങലകളെ കെട്ടഴിച്ചു വിടേണ്ടത്. അങ്ങനെ കെട്ടഴിച്ചു വിടുമ്പോഴാണ് മനുഷ്യർ സ്വതന്ത്രരാകുന്നത്. സ്വതന്ത്രരാകുമ്പോഴാണ് ഞാനും എൻ്റെ അയൽവാസിയും, അവൻ ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് വിശ്വാസമായാലും, ഞാനും എൻ്റെ അയൽവാസിയും ഒരു സിംഗിൾ ഒറിജിനാണ്. നഫ്സിൻ വാഹിദ എന്ന് പറഞ്ഞാൽ ആ നഫ്സുൻ വാഹിദയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ എല്ലാം തുറന്നിടാൻ കഴിയുക. ഇവിടെ സംഭവിക്കുന്നത് ഓരോ ഗ്രൂപ്പുകളും ഓരോ വ്യക്തികളും ഓരോ മതക്കാരും അവരവരുടെ പുരോഹിതന്മാരുടെ കീഴിൽ സംഘടിതരാണ്. എന്തിനു സംഘടിതരാണ്? പരസ്പരം കൊല്ലാനും പരസ്പരം തല്ലാനും പരസ്പരം കുറ്റപ്പെടുത്താനും അവനെതിരെ ഇവന് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് പൊതു സ്ഥാപനങ്ങൾ, പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവായ സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ മത സംഘടനകൾക്ക് തുടങ്ങാൻ അനുവാദം കൊടുക്കരുത്. അങ്ങനെ തുടങ്ങിയവർ തന്നെ ഇത് ഈ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പറയുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സ്കൂളുകളാവട്ടെ മദ്രസകളാവട്ടെ മതം പഠിപ്പിക്കാനുള്ള അവർ പഠിപ്പിക്കുന്നത് മൂല്യങ്ങളെ അല്ല. മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ഇതിനൊന്നും ആവശ്യമില്ല. പഠിത്തം തന്നെ പഠിപ്പിച്ചിട്ട് വിട്ടിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. നമ്മൾ കൊണ്ടുവച്ച മൂല്യങ്ങളാണോ അവർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? പക്ഷെ മനുഷ്യർ ബേസിക്കലി അവർ സത്യസന്ധരാണ്. അത്ഭുതകരമായ സത്യസന്ധതൊക്കെ എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും. ഒരു കേണൽ ഒരു ഹിന്ദു ചങ്ങാതിയാണ്. അയാളൊരു നമ്മുടെ സ്ഥലം വാങ്ങിച്ച് കണക്കൊക്കെ 151 ഉറുപ്പിക ബാക്കിയില്ല അയാൾക്ക്. അപ്പൊ പൈസ ഉണ്ടാവില്ല. 2 മാസത്തിന് ശേഷം അയാളെന്നെ വിളിച്ചിട്ട് പറയാണ്, ഒന്ന് കാണണം അത്യാവശ്യമായിട്ട്. അങ്ങനെ എവിടെ വരാം, അങ്ങനെ സ്റ്റേഷനിൽ വരാമെന്നൊക്കെ പറഞ്ഞു. ഇയാള് ട്രെയിൻ ഇറങ്ങി വീട്ടിൽ വരാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് 150 പിന്നെ അവിടെ ഒരു തപ്പിയിട്ട് 1 ഉറുപ്പിക അത് തിരിച്ചുപോയി. അവിശ്വസനീയമായ കാര്യം. എവിടുന്നായി മൂല്യം കിട്ടുന്നത്? അയാൾ ഏത് മനുഷ്യർക്കും സത്യസന്ധമായി സ്വതന്ത്രമായി പിന്നെ ആ മനുഷ്യൻ അതിന്റെ പിത്രത്തിൽ ജീവിക്കാൻ സന്നദ്ധനാണെങ്കിൽ മൂല്യബോധത്തോടെ സത്യസന്ധതയോടെ ജീവിക്കാൻ കഴിയും. ഇതിനെ സഹായിക്കുന്നതിനും ഇത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ് ഗ്രന്ഥങ്ങളും അതേപോലെ പരസ്പരം വിവേചിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്രന്ഥം ഖുർആൻ. അപ്പൊ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട്, ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട്, അതിൽ നിന്ന് കാര്യങ്ങൾ താരതമ്യപ്പെടുത്തി മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക എന്ന പ്രവർത്തനം, ആ പ്രവർത്തനം എല്ലാവരും ഏറ്റെടുക്കണം. ഞാനടക്കം എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സലാം അലൈക്കും.